കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപി ആശാൻ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ആഴ്ചയാണിത്. തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണമെന്നാവശ്യപ്പെട്ട ഒരു VIP ഡോക്ടർ വിളിച്ചുവെന്നും നിരാകരിച്ചപ്പോൾ പത്മഭൂഷൺ വേണ്ടേ എന്ന് ചോദിച്ചുവെന്നുമാണ് ഗോപി ആശാനുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ. അപ്പോൾ ഒരു ചോദ്യം പ്രസക്തമാവുകയാണ്. പത്മ പുരസ്കാരങ്ങൾ BJP സർക്കാർ ഇങ്ങനെയൊക്കെയാണോ വിതരണം ചെയ്യുന്നത്? ഏറ്റവും തലക്കലുള്ള കന്യായ ഡോക്ടർക്കും പത്മ പുരസ്കാരത്തിനുള്ള യോഗ്യത എന്താണെന്ന് കൃത്യമായി ബോധ്യമുണ്ടല്ലോ. പത്മ പുരസ്കാരം വാങ്ങിത്തരാൻ ശ്രമിക്കാമോ എന്ന് താൻ പത്മശ്രീ കിട്ടുന്നതിന് മുമ്പ് ചോദിച്ചിട്ടുണ്ടെന്ന് ഗോപി ആശാൻ എന്ന സത്യസന്ധനായ കലാകാരൻ ഓർത്തെടുത്തു പറയുന്നുണ്ട്. 2009 സുരേഷ് ഗോപി കോൺഗ്രസ് അനുഭാവിയാണ്. UP ആണ് അധികാരത്തിൽ. അതിനു മുൻപാണ് സുരേഷ് ഗോപിയോട് ഇക്കാര്യം ചോദിച്ചതെന്നും പത്മശ്രീ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം സുരേഷ് ഗോപിയോട് അക്കാര്യത്തെക്കുറിച്ച് മിണ്ടിയിട്ടില്ല എന്നും കലാമണ്ഡലം ഗോപി പറയുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കരാറിനും നയമാറ്റത്തിനും ഇലക്ട്രൽ ബോണ്ട്. BJP സ്ഥാനാർത്ഥിക്ക് പ്രചരണം നടത്തിയാൽ പത്മഭൂഷൺ. ചോദ്യം ഇതാണ്, പത്മ കിട്ടാൻ കുടപിടിക്കണോ? അനിലക്കര കോൺഗ്രസ്, KT കുഞ്ഞിക്കണ്ണൻ CPIM, ഉല്ലാസ് ബാബു BJP, ഡോക്ടർ പ്രേംകുമാർ ഇടതു സഹയാത്രികൻ. ആദ്യം ശ്രീ ഉല്ലാസ് ബാബു, പത്മ കിട്ടാൻ സാധാരണഗതിയിൽ BJPയുടെ പ്രചരണത്തിന് പോകേണ്ടതുണ്ടോ? ഒരു സംശയവും വേണ്ട. BJPയുടെ ഈ വിഷയത്തിൽ വളരെ കൃത്യമായിട്ട് ഇന്ന് പത്രസമ്മേളനം നടത്തിയ സമയത്ത് കേരളത്തിലെല്ലാവരും ബഹുമാനിക്കുന്ന കഥകളി ആചാര്യൻ ഗോപി ആശാൻ തന്നെ വളരെ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പാറമേക്കാവിലെ സ്കൂളിലെ പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് സുരേഷ് ഗോപിയോട് പത്മ അവാർഡ് ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ സഹായിക്കണമെന്ന് പറഞ്ഞു. സുരേഷ് ഗോപി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, യാതൊരുവിധ കാരണവശാലും അതിൻ്റെ ഒരു തരത്തിൽ ഞാനല്ല അതിൻ്റെ ആളുകൾ, എന്നോട് പറഞ്ഞിട്ട് കാര്യവുമില്ല എന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പത്രങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ അടക്കം അവിടെ ഉണ്ടായിരുന്നു. ഇവരെന്താണ് പറയുന്നത്? ഒരു ഡോക്ടർ വിളിച്ചു. ഈ കാര്യത്തെക്കുറിച്ച് BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഒരു കാര്യവും ഇത്യാദി കാര്യങ്ങളൊന്നും നമ്മുടെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്നതുമല്ല, ഒരു ഡോക്ടറെയും ചുമതലപ്പെടുത്തിയിട്ടില്ല, ആരെ വിളിക്കാനും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഇന്ന് ഗോപി ആശാൻ പറഞ്ഞല്ലോ, സുരേഷ് ഗോപിക്കോ ആർക്ക് വേണമെങ്കിലും എന്നെ വന്ന് കാണാം. സ്വാഭാവികമായിട്ട് ഇവിടെ നടക്കുന്നത് എന്താണ്? ഗോപി ആശാൻ എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ മകൻ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മകനും ഗോപി ആശാനും ഒക്കെ വ്യക്തമാക്കേണ്ട ഒരു കാര്യം, ഒരു ഡോക്ടർ, ഇപ്പോൾ ഡോക്ടറുടെ പേര് അദ്ദേഹത്തിന് ഓർമ്മയില്ലെന്നാണ് പറഞ്ഞത്. ആരാണ് ആ ഡോക്ടർ? BJPക്ക് അറിയില്ല ആ ഡോക്ടർ ആരാണെന്ന്. സുരേഷ് ഗോപി ആരെയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല. ഒന്നാമതിൽ ഇങ്ങനെയുള്ള അനാവശ്യ കാര്യങ്ങൾ പരസ്പരം സംസാരിക്കേണ്ട ബാധ്യതയും BJPയെ സംബന്ധിച്ചിടത്തുണ്ട്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നതും തെരഞ്ഞെടുപ്പിന് രംഗത്ത് വരുന്നതും ഒന്നും ഈ ഒരു രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടല്ലല്ലോ. ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത് ശക്തമായിട്ടുള്ള വികസനത്തിൻ്റെ രാഷ്ട്രീയവും ഭാവിയിൽ തൃശ്ശൂരിൽ എന്തൊക്കെ ചെയ്യുമെന്നുള്ളതിൻ്റെ വാഗ്ദാനങ്ങളുമാണ്. അവിടെ ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടുണ്ടാക്കി അവിടെ കൃത്യമായിട്ട് ഒരു ജനകീയ അടിത്തറയുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ പരിപൂർണമായി സുരേഷ് ഗോപിയെ അനാവശ്യമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് വലിച്ചിഴക്കണമെന്ന അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഒരു അജണ്ടയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഒരു CPMൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തെ അംഗീകരിക്കുകയും ആ രാഷ്ട്രീയത്തെ കൊണ്ടുനടക്കുന്ന ആളാണ്. ഇന്ന് ഗോപി ആശാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, K രാധാകൃഷ്ണൻ ജയിക്കാനാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, VS സുനിൽകുമാർ തൃശ്ശൂർ ജയിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഉണ്ടാകാം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹത്തിന് വളരെ ഭംഗിയായിട്ട് കൊണ്ടു നടക്കാം. ഒരു വിരോധവും ഈ കേരളത്തിലോ ഇന്ത്യയിലോ ഒന്നുമില്ല. അവനവൻ്റെ രാഷ്ട്രീയം അവനവന് ഉപയോഗിക്കാം. പക്ഷെ അതിനകത്ത് സുരേഷ് ഗോപിയുടെ പേര് വലിച്ചിഴച്ച് ഒരു അജണ്ട സൃഷ്ടിച്ച് അതിനകത്തൊരു വിവാദത്തിലേക്ക് അദ്ദേഹത്തെ വലിച്ചിഴക്കുന്നത് സുരേഷ് ഗോപി ജയിക്കുമെന്നുള്ള ഉറപ്പുകൊണ്ട് വിറളി പൂളുന്ന ഒരു രാഷ്ട്രീയ അജണ്ടയായിട്ട് അദ്ദേഹത്തിന്റെ പ്രാഥമികമായ അത്രയാണ് താങ്കൾക്ക് പറയാനുള്ളത്. ദയവായി തുടരുക ശ്രീ ഉല്ലാസ് ബാബു. ശ്രീ അനിലക്കര, നോക്കൂ, ആ നിലയിൽ വലിയ നിലയിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം ചൂട് പിടിച്ചിട്ടുണ്ടല്ലോ. ഒരു ശക്തമായ ത്രികോണ മത്സരം എന്ന് നമുക്ക് കേരളത്തിൽ ഒരിടത്ത് ചൂണ്ടിക്കാണിക്കാനുണ്ട് എങ്കിൽ അത് തൃശ്ശൂരിലാണ് എന്നാണ് അനുമാനം. ചിലപ്പോൾ താങ്കൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാകുമായിരിക്കും. നോക്കൂ, അവിടെയാണ് കലാമണ്ഡലം ഗോപി ആശാനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു വിവാദം നടക്കുന്നത്. നേരത്തെ ശ്രീ ഉല്ലാസ് ബാബു ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഗോപി ആശാൻ്റെ മകൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റോടു കൂടിയാണ് അത് വിവാദത്തിലായത്. ആ വിവാദമാകാനുള്ള പ്രധാനപ്പെട്ട കാരണം പത്മഭൂഷൺ വേണ്ടേ എന്ന ആ VIP ഡോക്ടറുടെ ചോദ്യമാണ് എന്നുള്ളതാണ്. ഇന്ന് ഗോപി ആശാൻ പറയുന്നുണ്ട് 2009 അദ്ദേഹത്തിന് പത്മ പുരസ്കാരം ലഭിക്കുന്നതിന് മുമ്പ്, അതായത് കോൺഗ്രസ് ഭരണകാലത്താണ്, UPA ഭരണകാലത്ത്. അന്ന് സുരേഷ് ഗോപി ഒരു കോൺഗ്രസ് അനുഭാവമുള്ള ഒരു രാഷ്ട്രീയക്കാരനായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ സുരേഷ് ഗോപിയോട് ചോദിച്ചു എന്ന് ഈ കാലഘട്ടത്തിൽ ഓർത്തെടുത്ത് പറയുകയാണ് ഗോപി ആശാൻ.
അത് നമ്മൾ ഏതെങ്കിലും വിധത്തിൽ പരിഗണിക്കണോ എന്നുള്ളത് താങ്കൾ ആലോചിച്ചു കൊള്ളുക. എന്തായാലും പുതിയ സാഹചര്യത്തിൽ ഗോപിയാശാനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പത്മഭൂഷൺ കൃത്യമായി അർഹിക്കുന്ന ആളാണ്. പക്ഷെ കിട്ടണമെങ്കിൽ BJPയുടെ പ്രചാരണത്തിൽ പങ്കെടുക്കണം എന്ന നിലയുണ്ട് എന്നുള്ളതാണല്ലോ നമ്മൾ ഈ ആശയ സംവാദത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ശ്രീ അനിലക്കര, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അല്ല, ഗോപിയാശാനെ കുറിച്ച് തൃശ്ശൂരിലെയും കേരളത്തിലെയും പൊതുജനത്തിനും ഈ സാംസ്കാരികമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും ഗോപിയാശാന്റെ കൾച്ചറിനെ കുറിച്ചും ചിത്രമൊക്കെ നമ്മുടെ മനസ്സിനകത്ത് കൃത്യമായുള്ളതാണ്. ഗോപിയാശാൻ പറഞ്ഞതിനെ ആരും അവിശ്വസിക്കേണ്ട കാര്യവുമില്ല എന്നുള്ളതാണ് വ്യക്തിപരമായ എന്റെയൊക്കെ അഭിപ്രായം. ഈ ഗോപിയാശാൻ എന്ന് പറയുന്ന ആൾ താമസിക്കുന്നത് കൈപ്പറമ്പ് പഞ്ചായത്തിലെ മുണ്ടൂർ എന്ന് പറയുന്ന പ്രദേശത്താണ്. അദ്ദേഹം ഞാൻ പ്രദാനം ചെയ്തിരുന്ന വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിനകത്തുള്ള ആളാണ്. ആലത്തൂർ പാർലമെന്റിനകത്തുള്ള ഒരാളാണ്. സ്വാഭാവികമായും അങ്ങനെ സുരേഷ് ഗോപിയെ പോലെ തൃശൂർ പാർലമെന്റിനകത്ത് മത്സരിക്കുന്ന ഒരാൾ എന്തിനാണ് ഗോപിയാശാനെ പോലെ ഒരാളെ പോയി കാണുന്നതെന്ന് ചോദിച്ചാൽ സ്വാഭാവികമാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു കലാകാരൻ, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കലാകാരനെ അതിർത്തികൾ നോക്കേണ്ട കാര്യമില്ല, പോയി കാണുകയും അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങുകയൊക്കെ ചെയ്യുന്നത് സ്ഥാനാർത്ഥികളായ ആളുകളെ സംബന്ധിച്ചോളം ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പൊ അതിനകത്താണ് ഈ പറയുന്ന ഈ പത്മഭൂഷൺ വിവാദം കടന്നു വരുന്നത്. അത് ഒരു ഡോക്ടർ ചോദിച്ചു എന്ന് പറയുന്നു. ആ ഡോക്ടർ അങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ച് അന്വേഷണാത്മകമായ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. ആ ഡോക്ടർ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. ആ ഡോക്ടർ ആരാണെന്നും എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതിവിടെ പറയേണ്ട കാര്യം, എനിക്ക് അതിന്റെ ഉത്തരവാദിത്തമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം നികേഷ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായതിനു ശേഷമുള്ള, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചതിന് ശേഷമുള്ള ഓരോ നാൾ വഴിയും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം വളരെ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP ഹാൻഡിൽ ചെയ്യേണ്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒരു കോമാളിത്തരമായി വരുന്നത് ഞങ്ങൾ ആരും ഉയർത്തിക്കൊണ്ടുപോകുന്ന വിഷയങ്ങളല്ല. ഇവിടെ ഈ പറയുന്ന പത്മഭൂഷൺ കൊടുക്കേണ്ടി വരുന്ന വിഷയം സംസാരിക്കുന്നത് ഈ പറഞ്ഞ BJP അനുഭാവിയായ ഡോക്ടറാണ്. ഇന്ന് പുറപ്പെട്ട മണിപ്പൂർ പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ഇടവക വികാരിയുമായി സംസാരിക്കുന്നത് ആ ചിത്രം പൂർണ്ണമായി ഷൂട്ട് ചെയ്തത് BJP ഹാൻഡിലാണ്. എനിക്ക് ഒരു 2 ആഴ്ച മുമ്പ് എനിക്ക് വിഷ്വൽ എനിക്ക് അയച്ചതെന്താണ്, ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വികാരി അച്ഛനെ ഇതിലേക്ക് കൂട്ടിക്കുഴയ്ക്കേണ്ട എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനത് സൂക്ഷിച്ചു വെച്ച് ഇപ്പോഴും എന്റെ കയ്യിനകത്തുണ്ട്. അതുപോലെ തന്നെ സുരേഷ് ഗോപി അവരുടെ പാർട്ടി പ്രവർത്തകരുമായി സംസാരിക്കുന്ന ഒരു വിഷയം വീണ്ടും മാധ്യമങ്ങളിൽ വരികയാണ്. അത് മാധ്യമ പ്രവർത്തകർ ഷൂട്ട് ചെയ്തതല്ല. ഇതെല്ലാം BJP ഹാൻഡിലുകൾ കൈകാര്യം ചെയ്ത് അവരുടെ കയ്യിൽ മാത്രം ഒതുങ്ങേണ്ടതായ വിഷയങ്ങൾ എന്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നു? സുരേഷ് ഗോപി ഇവിടെ പറഞ്ഞതുപോലെ സുരേഷ് ഗോപി വിജയിക്കും എന്ന് തൃശ്ശൂരിന് ആരും ചോദിച്ചാൽ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉല്ലാസ് ബാബുവും ഒരു പാർട്ടിയുടെ ഒരു കേഡർ ആയതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്. ഇവിടെ ആരും അങ്ങനെ പറയും തോന്നുന്നില്ല. ഞങ്ങൾ ഈ വിഷയം ഞങ്ങളിപ്പോ സുരേഷ് ഗോപിയെ ഒരു കാരണവശാലും മൈൻഡ് ചെയ്യാനേ പോകുന്നില്ല. ഞങ്ങൾ ഇവിടെ കൃത്യമായും LDFുമായുള്ള ഒരു വലിയ മത്സരത്തേക്ക് ശ്രീ K മുരളീധരൻ വന്നതോടുകൂടി ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നോക്കൂ, 543 ലോക്സഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയെ ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ അമിത്ഷാ വരുന്നു, നരേന്ദ്രമോദി വരുന്നു, സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയായി അവരോഹണം ചെയ്യുകയാണ്. അപ്പോൾ സുരേഷ് ഗോപിക്ക് വളരെ സമയം കിട്ടിയിട്ടുണ്ട് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി. നിങ്ങളുടെ സ്ഥാനാർത്ഥി TN പ്രതാപൻ ആയിരിക്കുമെന്നുള്ള ധാരണയിൽ TN പ്രതാപനായിരുന്നു ഒരു പരിധിവരെയെങ്കിലും ഇൻഫോർമലായി അനൗപചാരികമായി തെരഞ്ഞെടുപ്പ് പ്രചാരണമോ അല്ലെങ്കിൽ ആളുകളെ കാണുന്ന പ്രക്രിയയൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളതെങ്കിൽ പൊടുന്നനെ K മുരളീധരൻ സ്ഥാനാർത്ഥിയായി വരികയാണ് ചെയ്തിട്ടുള്ളത്. സുനിൽകുമാറിന്റെ കാര്യത്തിനകത്ത് പാർട്ടി അന്തിമ തീരുമാനം എടുക്കുന്നവരെ സുനിൽകുമാറിന് അനങ്ങാനും പോലും പറ്റിയില്ല. അപ്പോൾ സുരേഷ് ഗോപി വളരെയധികം മുന്നോട്ട് പോയി. പല ആളുകളെ എങ്ങനെയാണ് ബന്ധപ്പെടേണ്ടത്, എന്തൊക്കെയാണ്, ആർക്കൊക്കെയാണ് ആവശ്യം എന്നത് സംബന്ധിച്ച് നല്ല ബോധ്യം BJP സ്ഥാനാർത്ഥിക്കുണ്ട്. അല്ല, അത് നമ്മൾ കണ്ടല്ലോ. ഈ സ്ഥാനാർത്ഥിയെ എങ്ങനെയാണ് വഷളാക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണല്ലോ. ഒരു കുട്ടിക്ക് ചികിത്സാ സഹായവുമായി വന്ന് അദ്ദേഹത്തെ സമീപിക്കുന്ന വിഷയത്തിൽ ഇവർ തന്നെ ഷൂട്ട് ചെയ്ത ചിത്രങ്ങൾ പുറത്തേക്കിടുന്ന ഇവർ തന്നെയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് സുരേഷ് ഗോപിയെ ഈ കോമാളി വേഷത്തിലേക്ക് കെട്ടിച്ചത്, ഇത്തരത്തിലുള്ള അപക്വമായ രാഷ്ട്രീയ ചർച്ചയിലേക്ക് സുരേഷ് ഗോപിയെ കൊണ്ടുപോയി എത്തിച്ചത് നമുക്കറിയാലോ. സുരേന്ദ്രന്റെ വടകര തൃശൂർ മോഡൽ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞത് ഞങ്ങളാരല്ലോ. വടകരയിലെ UDF സ്ഥാനാർത്ഥി പരാജയപ്പെടുമെന്നും തൃശൂരിലെ UDF സ്ഥാനാർത്ഥി വിജയിക്കില്ലെന്നും കൃത്യമായി സുരേന്ദ്രൻ പറയുകയാണ്. എന്തിനു വേണ്ടിയാണ്? അത് വളരെ കൃത്യമായ അജണ്ട വെച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അത് പ്രകോപിതരാക്കുക, ഒരു സമുദായത്തെ എത്രത്തോളം പ്രകോപിതരാക്കാൻ കഴിയും എന്നതിനെ കുറിച്ചുള്ള വലിയ റിസർച്ച് ഇവർ നടത്തിയാണ്. പ്രതാപനെ കുറിച്ച് എന്തൊക്കെയാണ് ഇവർ പറഞ്ഞത്?
അപ്പൊ ഇത് വളരെ വളരെ ആസൂത്രമായി സുരേഷ് ഗോപി പരാജയപ്പെടണമെന്നുള്ളത് ഇവിടെയുള്ള UDF LDF കാൻഡിഡേറ്റുകളെക്കാളും അല്ലെങ്കിൽ ഞങ്ങളെക്കാളും ഒക്കെ ഏറെ താല്പര്യത്തിൽ ഈ നരേറ്റീവ് സൃഷ്ടിക്കുന്നത് അത് BJP-ക്കാർ തന്നെയാണെന്ന് തൃശ്ശൂരിൽ വന്ന് ഏതൊരു ചായക്കടയിൽ കയറി നികേഷ് കുമാർ ഏതൊരു ചായക്കടയിൽ കയറി ചോദിച്ചാലും ഇവിടെയുള്ള മുഴുവൻ BJP-ക്കാരും സുരേഷ് ഗോപിക്കെതിരാണ്. സുരേഷ് ഗോപിക്കെതിരായുള്ള നരേറ്റീവ് മുഴുവൻ ഉണ്ടാക്കുന്നത് ഇവരാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതിന്റെ ഒക്കെ കൂടി ഭാഗമാണ് ഈ ഡോക്ടർ. എന്നാണ് താങ്കൾ കാണുന്നത്? ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നയമാറ്റത്തിന് കേസന്വേഷണത്തിൽ നിന്ന് ഒഴിവാകാൻ കോൺട്രാക്റ്റുകൾ കിട്ടാൻ നിങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ടാണ് എങ്കിൽ ഒരു പത്മഭൂഷൺ അവാർഡ് ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഏതെങ്കിലുമൊക്കെ പുരസ്കാരം ലഭിക്കണമെങ്കിൽ BJP സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ അനുഗ്രഹം കൊടുത്തൊക്കെ മുന്നോട്ട് പോകണം എന്നുള്ള നിലയുണ്ട് എന്നുള്ളതാണ് ഏതായാലും ആദ്യഘട്ടത്തിലെ ഈ ഗോപി ആശാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. KT കുഞ്ഞിക്കണ്ണൻ, താങ്കളുടെ ടേക്ക് എന്താണ്? അല്ല, BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നമുക്കെല്ലാവർക്കും അറിയാം. അവർ ഒരു ഭാഗത്ത് പണമെറിയും, മറുഭാഗത്ത് പ്രശസ്തിയൊക്കെ ആഗ്രഹിക്കുന്ന വളരെ സർക്കാത്മകതയുള്ള കലാകാരന്മാർ പല കാരണങ്ങളാൽ അവഗണിക്കപ്പെടുന്നുണ്ടാകാം. അവർക്ക് പുരസ്കാരങ്ങൾ വാഗ്ദാനം ചെയ്യും. അതിനെല്ലാം അപ്പുറത്തെന്താണ്? വർഗീയത പടർത്തും. പ്രധാനമായിട്ട് പണം, അതുണ്ടാക്കുന്ന പ്രലോഭനങ്ങൾ, പുരസ്കാരങ്ങൾ, അതേപോലെ തന്നെ രാജ്യമെമ്പാടും വർഗീയത പടർത്തി ഭൂരിപക്ഷ ധ്രുവീകരണം. ഇതാണ് BJP-യുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. കേരളത്തിലും അങ്ങനെ തന്നെയാണ്. കേരളത്തിലെ സവിശേഷമായ ഒരു സോഷ്യൽ ഫാബ്രിക് രംഗത്ത് അവർക്ക് ആ രീതിയിൽ ഭൂരിപക്ഷ ധ്രുവീകരണം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഭൂരിപക്ഷ മതവിശ്വാസികളായ ആളുകളെല്ലാം ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലും മറ്റു മതനിരപേക്ഷ പാർട്ടികളിലൊക്കെ സജീവമാണ്. അതുകൊണ്ട് എന്താണ്, സുരേഷ് ഗോപിക്ക് ഇവിടെ നികേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട ദേശീയ തലത്തിൽ BJP-യുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് എത്രയോ മുമ്പ് തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായി പ്രവർത്തനം തുടങ്ങിയ ആളാണ് സുരേഷ് ഗോപി. അദ്ദേഹം ഈ രീതിയിലുള്ള ലോബിയിങ് നടത്തിയിട്ടുണ്ടാകാം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. BJP-യുടെ ഈ രീതിയിലുള്ള ഒരു പൊളിറ്റിക്സ് അങ്ങേയറ്റ ജനാധിപത്യത്തിന് വിരുദ്ധമാണ്. ഇപ്പോൾ വളരെ മാനവികതയും അതേപോലെ തന്നെ സർഗാത്മകതയും ഒക്കെയുള്ള ഒരു കലാകാരനാണ് ഗോപി ആശാൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തെപ്പോലുള്ള ഒരാളുടെ ആത്മാഭിമാനത്തെപ്പോലും മുറിപ്പെടുത്തുന്ന തരത്തിൽ അദ്ദേഹത്തെപ്പോലുള്ള ഒരു വ്യക്തിയെ, ഒരു ഇടതലക്കാരനെ വെച്ച് സംസാരിക്കാൻ കഴിയുന്ന ഏക രാഷ്ട്രീയ പാർട്ടി സുരേഷ് ഗോപിയുടെ പാർട്ടിയാണ്. ഇവിടെ BJP-യെ പ്രതിനിധീകരിക്കുന്ന ഉല്ലാസ് ബാബുവിൻ്റെ പാർട്ടിയാണ്. കാരണം രാജ്യമെമ്പാടും അവർ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിനൊന്നും വഴങ്ങുന്നില്ലെങ്കിൽ എഴുത്തുകാരെയും കലാകാരന്മാരെയും ഒക്കെ തന്നെ ശാരീരികമായി ഇല്ലാതാക്കാനും ഒരു മടിയുമില്ലാത്ത പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. ഹിന്ദു രാഷ്ട്ര ദൾ, ഹിന്ദു സംസ്ഥാൻ തുടങ്ങിയിട്ടുള്ള നിരവധി സംഘടനകൾ, ഭീകരവാദ സംഘങ്ങൾ ഇതിനായിട്ട് അവർ രൂപപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നരേന്ദ്ര ദാൽബോക്കർ മുതലുള്ള എത്രയോ ബുദ്ധിജീവികളുടെ, എത്രയോ എഴുത്തുകാരുടെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗോപി ആശാനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വിവാദത്തിൻ്റെ വസ്തുതാപരമായ വിശദാംശങ്ങളിലേക്ക് പോയി അതിനെ ഒരു അപനിർമ്മിക്കുന്ന ഒരു ചർച്ച നമ്മൾ നടത്തിയാൽ നമ്മൾ എവിടെ എത്തുകയില്ല. BJP-യുടെ ഒരു പൊളിറ്റിക്സ്. പക്ഷേ സുരേഷ് ഗോപി അദ്ദേഹത്തിന് ഏത് തരത്തിലുള്ള ഒരു സാമൂഹ്യ സേവനത്തിൻ്റെ, സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ അനുഭവ പാരമ്പര്യമാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം ഒരു സെലിബ്രിറ്റി എന്ന നിലക്ക് ഇഷ്ടം പോലെ അദ്ദേഹത്തിന് സ്വന്തം പണമുണ്ട്. BJP ഇലക്ട്രൽ ബോണ്ടിലൂടെയും അല്ലാതെയൊക്കെ സമാഹരിച്ച കോടിക്കണക്കിന് പണം ഒഴുക്കുകയാണ്. ആ പണമൊഴുക്കിയുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ്. എന്തു തട്ടിപ്പും നടത്തും. ഇപ്പോൾ ലൂർദ് മാതാവിന് സ്വർണ്ണ കിരീടം എന്ന് പറഞ്ഞുകൊണ്ട് ചെമ്പ് കൊണ്ടുണ്ടാക്കിയ കിരീടം സമ്മാനിച്ച ഒരു വിദ്വാനാണ് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്നത്. മലയാളികൾ ആരെങ്കിലും ഇങ്ങനെയുള്ള ഒരാളെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ട്, ഒരു പൊതുപ്രവർത്തകനായിട്ട് അംഗീകരിക്കുക? എന്നിട്ടല്ലേ ജനപ്രതിനിധിയാക്കുന്നത്, എന്നിട്ടല്ലേ MP ആക്കുന്നത്? അപ്പോൾ ഒരു ഉളുപ്പുമില്ലാത്ത BJP-ക്ക് പറ്റിയ ഒരു കഥാപാത്രമാണ് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്നത്. അപ്പോൾ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് വന്ന വിവാദം നമ്മളെല്ലാം ചർച്ച ചെയ്യുന്നത് ദേശീയ തലത്തിൽ BJP സ്വീകരിച്ചു വരുന്ന പുരസ്കാരങ്ങൾ കൊടുക്കുന്നു. ഇപ്പോൾ ചരൺ സിംഗിൻ്റെ പേരക്കുട്ടി നമ്മുടെ ജയകാന്ത് ചൗധരി പശ്ചിമ UP പ്രദേശത്ത് നല്ല സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് RLD. അദ്ദേഹത്തെ വിലക്കെടുക്കാൻ വളരെ സമർത്ഥമായി എന്താണ് ചെയ്തത്? മരണാനന്തരം ഭാരതരത്നം കൊടുത്തു ചരൺ സിംഗിന്. ബീഹാറിലെ നമ്മളെല്ലാം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ, എന്തുകൊണ്ടാണ് കർപ്പൂരി ഠാക്കൂറിന് മരണാനന്തരം ഭാരതരത്ന കൊടുത്തത്? ഇതൊക്കെ പുരസ്കാരങ്ങളൊക്കെ BJP-ക്ക് തങ്ങൾക്ക് അനുകൂലമായി ആളുകളെ പിടിക്കാനുള്ള, രാഷ്ട്രീയ കക്ഷികളെ വിലക്കെടുക്കാനുള്ള
ഒരു ഉപാധിയായിട്ട് മാറുകയാണ്. പുരസ്കാരങ്ങളുടെയൊക്കെ യഥാർത്ഥമായ അതിൻ്റെ ആദരണീയത, അതിൻ്റെ ബഹുമാന്യത തകർക്കുന്ന എല്ലാത്തിനെയും എന്താണ് തങ്ങളുടെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ശുദ്ധ പ്രയോജനവാദത്തിൻ്റെ ഒരു പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. അതുകൊണ്ട് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഞാൻ പ്രാഥമികമായി അവിടെ താങ്കൾ നിർത്തുക. ശിവലാസ് ബാബു, ഞാൻ പ്രേംകുമാറിലേക്ക് പോകുന്നതിന് മുമ്പ് BJPയെ കുറിച്ചുള്ള സുരേഷ് ഗോപിയെ കുറിച്ചുള്ള വളരെ നിശ്ചിതമായ വിമർശനമാണല്ലോ ഇപ്പോൾ KT കുഞ്ഞിക്കണ്ണൻ നടത്തുന്നത്. നോക്കൂ, അതിലൊന്നാണ് ഈ ലൂർദ് മാതാവിന് സ്വർണം എന്ന് പറഞ്ഞ് ചെമ്പ് കൊടുത്തു എന്നുള്ളത്. നേരത്തെ ഇവിടെ അനിലക്കരോട് ചോദിച്ച ചോദ്യത്തിൽ അതുണ്ടായിരുന്നു. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടം പോലെ സമയമുണ്ടായിരുന്നു. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി മാത്രമല്ല, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ 543 സ്ഥാനാർത്ഥികളിൽ സുരേഷ് ഗോപിയാണ് ആദ്യക്കാരൻ. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ലൂർദ് മാതാവിന് എന്ത് കൊടുക്കണം, ഗോപി ആശാൻ എന്ത് കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള കൃത്യമായ അജണ്ട ഉണ്ടായിരുന്നു. ആ അജണ്ടയിലാണോ സുരേഷ് ഗോപി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ശിവലാസ് ബാബു. നോക്കൂ നികേഷ്, സ്വാഭാവികമായിട്ട് ഇന്നത്തെ മാധ്യമ മേഖലകളിൽ ഒരുപക്ഷെ സൂപ്പർ സീനിയർ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ശ്രീ നികേഷ്. അങ്ങക്ക് കേരളത്തിലെ രാഷ്ട്രീയവും ഇന്ത്യത്തെ രാഷ്ട്രീയവും ഞാൻ പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയെ വ്യക്തിയാധിഷ്ഠിതമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് സ്വന്തം രാഷ്ട്രീയ നയങ്ങൾ വിട്ടുകൊണ്ട്, വികസന നയങ്ങൾ വിട്ടുകൊണ്ട്, തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട രാഷ്ട്രീയം വിട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ശൈലികളിലേക്കും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കും മറ്റ് രാഷ്ട്രീയ സംഘടനകളുടെ നേതാക്കൾ ഇറങ്ങിച്ചെല്ലുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. വിജയിക്കാൻ സാധ്യതയുണ്ടെന്നും വിജയിക്കുമെന്നും ഉറപ്പ് വരുമ്പോൾ അവിടെ കളിക്കുന്ന ഒരു തരം ചീപ്പ് പൊളിറ്റിക്സ് ആയിട്ടാണ് ഇതിനെ കാണേണ്ടത്. നോക്കൂ നികേഷ്, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഒരു പള്ളിയിൽ അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ അല്ലെങ്കിൽ ഒരു മോസ്കിൽ നമ്മൾ പോകുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്ത് കൊടുക്കണം, ഏത് കൊടുക്കണം, എന്ത് വാല്യൂ ഉള്ളത് കൊടുക്കണം, എത്രത്തോളം നമ്മുടെ ശക്തിക്കനുസരിച്ച് കൊടുക്കണം എന്നുള്ളത് അവൻ്റെ മാത്രം തീരുമാനമാണ്. എൻ്റെ ശക്തിക്കൊത്ത വഴിപാട് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. അത് നികേഷിൻ്റെ ആണെങ്കിലും അനിലക്കരയുടെ ആണെങ്കിലും ബഹുമാനായിട്ടുള്ള സീനിയറായിട്ടുള്ള ശ്രീ KT കുഞ്ഞിക്കണ്ണൻ്റെ ആയാലും തീരുമാനം. KT കുഞ്ഞിക്കണ്ണനെ പോലെയുള്ള ഒരു രാഷ്ട്രീയത്തിൽ ഇത്രയധികം സീനിയറായിട്ടുള്ള ആളുകളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റിയെ മാനിച്ചുകൊണ്ട് അങ്ങയോട് വളരെ ബഹുമാനപുരസ്സരം പറയട്ടെ, നാണം കെട്ട വർത്തമാനമായി പോയി ഈ പറഞ്ഞ വാക്കുകൾ. അദ്ദേഹം എവിടെയാണ് നികേഷെ പറഞ്ഞത് ഇത്ര പവൻ്റെ ഇതാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്, ഇന്ന കിരീടമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്? അദ്ദേഹത്തിൻ്റെ സമർപ്പണമാണത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയുടെ മുമ്പിലുള്ള മൂർത്തി, അത് കൃഷ്ണനായിക്കോട്ടെ, മാതാവായിക്കോട്ടെ, അല്ലാഹു ആയിക്കോട്ടെ, ആരാണെങ്കിലും അവർക്ക് മുമ്പിൽ സമർപ്പിക്കുന്ന വഴിപാടെന്ന് പറയപ്പെടുന്നത് എൻ്റെ സമർപ്പണമാണ്, ഞാനെന്ന ഭക്തൻ്റെ സമർപ്പണം. സുരേഷ് ഗോപി എന്ന ഭക്തൻ്റെ സമർപ്പണത്തിൽ എത്ര സ്വർണ്ണമുണ്ട്, എത്ര ചെമ്പുണ്ട്, എത്ര വെള്ളിയുണ്ട് എന്ന് അന്വേഷിക്കാൻ ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനയും വലതുപക്ഷ രാഷ്ട്രീയ സംഘടനയും ഓടിപ്പോകുന്ന സമയത്ത് നാളെ അവൻ കഴിക്കുന്ന ഭക്ഷണത്തിലേക്കും അവൻ്റെ അടുക്കളയിലേക്കും അവൻ്റെ ഇരിപ്പിലേക്കും അവൻ്റെ വസ്ത്രത്തിലേക്കും അവൻ്റെ നടത്തത്തിലേക്കും ഒക്കെ അവർ ചെല്ലും. എന്തിനാണെന്നറിയാമോ? സ്വന്തം രാഷ്ട്രീയ നിലപാടുകൾ ഈ സമൂഹത്തിന് മുമ്പിൽ തകർന്നടിഞ്ഞു വീഴുമ്പോൾ, സ്വന്തം രാഷ്ട്രീയ നിലപാടുകൾ മുന്നോട്ട് വെക്കുന്ന വികസന അജണ്ട പൊതുസമൂഹം മാറ്റുമ്പോൾ, തൃശ്ശൂരിൽ ബഹുമാനായ അനിലക്കരൻ എന്താ പറഞ്ഞത്? തൃശ്ശൂരിനകത്ത് ആരും വിശ്വസിക്കില്ലെന്ന്. നിങ്ങളുടെ റിപ്പോർട്ടറും തൃശ്ശൂരിലുണ്ടല്ലോ, നിരവധി റിപ്പോർട്ടർമാർ തൃശ്ശൂരിലുണ്ടല്ലോ. നിങ്ങളും ഒന്ന് അന്വേഷിക്കണം. തൃശ്ശൂരിൻ്റെ ജനത സുരേഷ് ഗോപി വിജയിക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എന്താണ് പറയുന്നത്? ഒരു സംശയം വേണ്ട, വിജയിക്കുമെന്ന് തന്നെയാണ്. തൃശ്ശൂർ ഒരുങ്ങിയിരിക്കുകയാണ്. തൃശ്ശൂരിനകത്ത് ജാതി മത വർഗ വർണ്ണ രാഷ്ട്രീയ വിവേചനമില്ലാതെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവർ സ്വർണം, ചെമ്പ്, ഗോപിയാശാന്റെ കാര്യത്തിൽ വളരെ വ്യക്തം. ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്താൻ ശ്രീ നികേഷ്. ഗോപിയാശാന്റെ കാര്യത്തിൽ എന്താ? ഗോപിയാശാന്റെ മകൻ കൃത്യമായി എഴുതിയല്ലോ, കോൺഗ്രസും BJPയും എൻ്റെ വീട്ടിലേക്ക് വരണ്ട. ഒരു മാധ്യമ പ്രവർത്തകൻ പേഴ്സണലായിട്ട് അദ്ദേഹത്തിനോട് സംസാരിച്ചു. മാധ്യമ പ്രവർത്തകന്റെ പേരെന്നോട് ചോദിക്കരുത്, പേഴ്സണലായിട്ട് ചോദിച്ചു പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ പടവും വെച്ചിട്ട് അങ്ങനെ സുരേഷ് ഗോപി 10 തൊട്ട് കൂടുതൽ പിടിക്കേണ്ട, അതുകൊണ്ട് ഞാൻ ചെയ്തതാ എന്ന് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം സോക്കോൾഡ് കമ്മ്യൂണിസ്റ്റുകാരനാണ്, അതിലെന്താ വിരോധമുള്ളൂ, അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞോട്ടെ. പക്ഷേ ഒരു കലാകാരനെ മറ്റൊരു കലാകാരൻ വന്ദിക്കുന്നതോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതോ എന്താണ് തെറ്റുള്ളത്? പിന്നെ സുരേഷ് ഗോപിക്ക് ഗോപിയാശാനെ കാണാനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിക്കാനും എന്തിനാണ് രാഷ്ട്രീയം, അല്ലെങ്കിൽ എന്തിനാണ് ഒരു മീഡിയേറ്റർ? എത്രയോ വർഷക്കാലമായിട്ട്, എത്രയോ കാലങ്ങളായിട്ട് ഗോപിയാശാന്റെ കൂടെയുള്ള ആളാണ്, ഗോപിയാശാനുമായി നിരവധി വേദികൾ പങ്കിടുന്ന ആളാണ്, ഗോപിയാശാനുമായി വളരെ ആത്മബന്ധമുള്ള ആളാണ്. ഇന്ന് ഗോപിയാശാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം. പിന്നെ പള്ളിയെയും അമ്പലത്തെയും മോസ്കിനെയും ജാതിയും മതവും വർഗവും വർണ്ണവും ഒക്കെ കൊണ്ടുവന്ന് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ബഹുമാനനായിട്ടുള്ള പ്രേംകുമാറിലേക്ക് വരാൻ ഇനിയും സമയം വേണം. അതിന് മറുപടി ഇടതുപക്ഷമായിക്കൊള്ളട്ടെ കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ, സുരേഷ് ഗോപിയെ നേരിടുമ്പോൾ നേരിട്ടാൽ പോരെ? ഈ ചെമ്പും വെള്ളിയും സ്വർണവും ഒക്കെ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? അല്ല, എനിക്ക് നികേഷ് കുമാറിനെ നേരത്തെ പിന്നെ ഉല്ലാസ് ബാബു പറഞ്ഞ പോലെ സീനിയറായി തന്നെയാണ് കാണുന്നത്.
ഞാൻ ഈ മാധ്യമത്തിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നിങ്ങൾ നടത്തിയ സർവേയുടെ റിസൾട്ട് എന്താണ്? നിങ്ങൾ നടത്തിയ സർവേയുടെ റിസൾട്ട് എന്ന് പറയുന്നത് UDF ജയിക്കുമെന്നാണ് സർവേയിൽ പറഞ്ഞത്. ഞാൻ എന്തിനാണ് ഈ റിപ്പോർട്ടർ ചാനലിന്റെ ഒരു സ്പേസിനകത്ത് വന്ന് നിന്ന് റിപ്പോർട്ടർ ചാനലിനെ തള്ളി പറയുന്നത്? അതാണ് ഞാൻ ഉല്ലാസ് ബാബുവിന് കൊടുക്കാനുള്ള മറുപടി എന്ന് പറയുന്നത്. പിന്നെ വഴിപാടുകളെ കുറിച്ച്, ഉല്ലാസ് ബാബുവിന് വഴിപാടുകളെ കുറിച്ച് അറിയാമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ തുലാഭാരം നടത്താൻ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ ചിലപ്പോൾ ചെമ്പരത്തി പൂ കൊണ്ട് തുലാഭാരം നടത്തുന്ന ആളുകളുണ്ട്, വിവിധ പിന്നെ നേർച്ചകൾ കൊണ്ട് തുലാഭാരം നടത്തുന്ന ആളുകളുണ്ട്. ആ തുലാഭാരം നടത്തുന്ന സമയത്ത് അത് പ്രതീകാത്മകമായി വാഴക്കുലയാണെങ്കിൽ വാഴക്കുല, ചെമ്പകപ്പൂവാണെങ്കിൽ ചെമ്പകപ്പൂവ്, അതിനെ വെച്ച് അതിന്റെ തൂക്കം വെച്ച് അതിന്റെ വില കെട്ടിയാണ് തുലാഭാരങ്ങൾ നടത്തുന്നത്. നേർച്ച എന്താണ്, വഴിപാട് എന്താണ്, കാണിക്ക എന്താണ് എന്നറിയാത്ത ആളുകളല്ല. ഞാൻ ഈ പറയുന്ന പറഞ്ഞില്ലല്ലോ, നടത്തിയിട്ടുണ്ടാവുക. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു പറ്റേ, ചോദിച്ചതിന് മറുപടി പറയുള്ളൂ. അന്ന് 2 ആളുകളാണ് അവിടെ ഇതുമായി ബന്ധപ്പെട്ട് ക്ലാരിറ്റി വരുത്തിയത്. റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ തൃശ്ശൂരിലെ എല്ലാ ചാനലുകളോടും ഇത് നിർമ്മിച്ച പിന്നെ പൊൻപണിക്കാരൻ പറഞ്ഞത് സുരേഷ് ഗോപി തങ്ക കിരീടം വേണമെന്നാണ് പറഞ്ഞത്. അതിനാവശ്യമായ സ്വർണം എനിക്ക് തന്നു, പണിയാൻ കഴിഞ്ഞ് ബാക്കിയുള്ള സ്വർണം തിരിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ഘട്ടത്തിലും ചെമ്പ് ഉപയോഗിച്ചൊന്നും പറഞ്ഞിട്ടില്ല. തങ്ക കിരീടം കൊടുക്കണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞാൽ തങ്കത്തിൽ എങ്ങനെയാണ് നികേഷ് ചെമ്പ് വരുന്നത്? സ്വർണത്തിൽ വേണമെങ്കിൽ ഈ 18 ഗ്രാമിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അല്പം ചെമ്പൊക്കെ ചേർക്കാം. 196 ഗ്രാം പിന്നെ കാരറ്റിൽ അല്ലെങ്കിൽ 116 അല്ലെങ്കിൽ തങ്കത്തിൽ പണിയുമ്പോൾ അതിനകത്ത് ചെമ്പ് വരാൻ കഴിയില്ലല്ലോ. ഇതിനകത്ത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് കൃത്യമായും ഇതിന് പണിക്കാരൻ പറഞ്ഞതാണ്. സുരേഷ് ഗോപി പറഞ്ഞത് തങ്ക കിരീടം വേണമെന്നാണ്, അതിനാവശ്യമായ സ്വർണം. അല്ല, ഞാൻ പറഞ്ഞത് പൊൻപണിക്കാരൻ അന്ന് അവിടെ ഉണ്ടായിരുന്നല്ലോ. ആ കിരീടം സമർപ്പിക്കുന്ന സമയത്ത് ആ പണിതാൾ അവിടെ ഉണ്ടായിരുന്നു. ആ പണിത് പിന്നെ പൊൻപണിക്കാരനാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് തങ്ക കിരീടമാണ്, സുരേഷ് ഗോപി തന്ന സ്വർണം കൊണ്ടാണ് ഉണ്ടാക്കിയത്, തൂക്കം നോക്കേണ്ടതായിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം എന്നറിയോ നികേഷ്? ഇത് എല്ലാ പള്ളികളിലും എല്ലാ അമ്പലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളുടെ സ്റ്റോക്ക് അവിടെ ചേർക്കണം. ഇപ്പോൾ അവിടെയുള്ള വികാരിയച്ഛൻ, അവിടെയുള്ള കമ്മിറ്റിക്കാർ, അടുത്ത് വരുന്ന കമ്മിറ്റിക്ക് ഇത് കൈമാറി കൊടുക്കണം. അപ്പൊ നമ്മുടെ കയ്യിൽ ഇത്ര നേർച്ചയായി വന്ന സ്വർണം ഇത്രയുണ്ട്, നേർച്ചയായി വന്ന വെള്ളി ഇത്രയുണ്ട്, ചെമ്പ് പിന്നെ അതിലേക്ക് പോകേണ്ട കാര്യത്തിൽ. അപ്പൊ ഇതിനകത്ത് അടുത്ത് വരുന്ന ആളുകൾ ഈ കിരീടം 65 ഗ്രാമാണ് ഈ കിരീടത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. സ്വാഭാവികമായും 65 ഗ്രാമിൽ എത്ര സ്വർണ്ണമുണ്ട് എന്ന് വെച്ചപ്പോൾ അവർ സ്വാഭാവികമായും അതിന്റെ ഒരു അളവ് അവരെടുത്തിട്ടുണ്ടാവും. ആ അളവെടുത്ത് അവർ പറയാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ആധികാരികമായി പറയാൻ ആഗ്രഹിക്കാൻ വേണ്ടി കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പറിയാം. പിന്നെ സുരേഷ് ഗോപി പറഞ്ഞു എന്റെ ത്രാണിക്കനുസരിച്ചാണ് ഇത് കൊടുത്തത് എന്ന് പറഞ്ഞുകൂടി ആ വിവാദം അവിടെ കഴിഞ്ഞു. ഞാനാണല്ലോ ആദ്യമായി ഇത് ഉന്നയിച്ചത്. ഞാൻ ആ വിവാദം സുരേഷ് ഗോപി പറഞ്ഞു എന്റെ ത്രാണിക്കനുസരിച്ചാണ് കൊടുത്തത്, ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്വർണ്ണ കിരീടം കൊടുക്കും എന്ന് പറഞ്ഞതോടുകൂടി ക്ലാരിറ്റി ആയല്ലോ, ചെമ്പ് കിരീടമാണ് എന്നുള്ളത് ക്ലാരിറ്റി ആയി. ഞാൻ സുരേഷ് ഗോപിയെ അവിശ്വസിക്കുന്നില്ല, സുരേഷ് ഗോപി പറഞ്ഞതിനെ ഞാൻ സ്വീകരിക്കുന്നു. നികേഷ് കുമാറിന്റെ റിപ്പോർട്ടർ ചാനൽ പറഞ്ഞ പോലെ ഇവിടെ UDF സ്ഥാനാർത്ഥി വിജയിക്കുന്നു പറഞ്ഞു, ഞാൻ അംഗീകരിക്കുകയാണ്, എനിക്ക് തർക്കമില്ല. ദയവായി തുടരുക. ഡോക്ടർ പ്രേംകുമാർ, ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, അല്ലെങ്കിൽ നമ്മുടെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് പത്മഭൂഷണ് വേണ്ടി സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണം ഗോപി ആശാൻ എന്ന് ഒരു VIP ഡോക്ടർ വിളിച്ചു പറഞ്ഞു എന്നാണ്. അല്ലക്കര പറയുന്നത് ആ VIP ഡോക്ടർ ആരാണ് എന്ന് അന്വേഷണാത്മക രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന അല്ലക്കരയ്ക്ക് അറിയാം എന്നാണ്. ഇന്ന് ഗോപി ആശാനോട് ആ ചോദ്യം വന്നിരുന്നു. ഗോപി ആശാൻ പറഞ്ഞു എനിക്ക് ആ പേര് പറയാൻ താല്പര്യമില്ല എന്ന്. ഇവിടെ ഗോപി ആശാൻ മറ്റൊരു കാര്യവും പറയുന്നു. 2009 ഗോപി ആശാന് പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്നതിന് മുൻപ് സുരേഷ് ഗോപിയോട് ഗോപി ആശാൻ ഒരു സ്നേഹത്തിൻ്റെ പേരിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയും പത്മ പുരസ്കാരങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടി ഒന്ന് പറയാമോ എന്ന് പറയുകയും ചെയ്തു എന്നാണ്. നോക്കൂ, അത് ഇപ്പോഴും 2024 ഒരു വിവാദം വന്നപ്പോഴും ഗോപി ആശാൻ ഓർക്കുകയും തുറന്ന് പറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാൽ ഗോപി ആശാൻ ഈ ഘട്ടത്തിലുണ്ടായിട്ടുള്ള വിവാദം എന്താണ്? അദ്ദേഹത്തിൻ്റെ മകൻ ഉയർത്തിയതാണ് ആ വിവാദം. ആ ഗോപിയല്ല ഈ ഗോപി. പത്മശ്രീ പുരസ്കാരത്തിന് വേണ്ടി സുരേഷ് ഗോപിക്ക് അനുഗ്രഹം നൽകാൻ ഗോപി ആശാൻ തയ്യാറാകില്ല എന്ന്. എൻ്റെ ചോദ്യം ശ്രീ പ്രേംകുമാർ, നോക്കൂ, ഗോപി ആശാൻ സുരേഷ് ഗോപിയോട് ഈ പത്മ പുരസ്കാരത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള ഒരാളുടെ കുടുംബത്തിന് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കാനുള്ള അവകാശമുണ്ടോ? നികേഷ്, അതിൻ്റെ അകത്തുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളും ഞാനും നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ സീനിയർ ജേർണലിസ്റ്റ് എന്ന് ന്യായമായും വിളിക്കാവുന്ന നികേഷ് ജനിക്കുന്നതിനും 16 വർഷം മുമ്പ് കലാമണ്ഡലത്തിൽ കഥകളി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശാനെ പറ്റിയിട്ടാണ്, ഗോപി ആശാനെ പറ്റിയിട്ട്. സുരേഷ് ഗോപി ജനിക്കുന്നതിനും 1 വർഷം മുമ്പ് 1957 ഗോപി ആശാൻ കലാമണ്ഡലത്തിൽ കഥകളി അധ്യാപകനാവുന്നത്.
അദ്ദേഹം പറയുന്ന വാക്കുകളിലുള്ള ചെറിയ കാര്യങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ മൈക്രോസ്കോപ്പിക് ഡിബേറ്റ് നടത്തുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട് ഇതിലേക്ക് വരുമ്പോൾ. പിന്നെ 2009 ഗോപി ആശാന് പത്മശ്രീ കിട്ടുന്നത്. അന്ന് സുരേഷ് ഗോപി, നിങ്ങൾ പറയുന്ന പോലെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയിട്ടുള്ള ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഏതെങ്കിലും തരത്തിൽ നാഷണൽ ലെവലിൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഫിഗർ അല്ല. ആ സമയത്ത് കലാകാരന്മാർ എന്നുള്ള രീതിയിൽ നാടകത്തിലും കഥകളിയിലും ആശാനായിട്ടുള്ള കലാമണ്ഡലം ഗോപി ആശാൻ ഒരു വാനപ്രസ്ഥത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടാവാം. ആ സമയത്ത് സുരേഷ് ഗോപി കലാകാരൻ കളിയാട്ടത്തിലൊക്കെ അഭിനയിക്കുന്നതിന് മുന്നെയാണത്. ആ രീതിയിൽ ഒരുപക്ഷെ ചോദിച്ചിട്ടുണ്ടാവാം. അതുപോലും തുറന്നു പറയുന്നുണ്ട് കഥകളി ആശാനായിട്ടുള്ള ഗോപി ആശാൻ. അതായത് അന്ന് ഞാൻ പത്മ പുരസ്കാരം കിട്ടുമോ എന്ന് ചോദിച്ചിരുന്നു. ഒരു പക്ഷേ ഈ കലാകാരന്മാരായിട്ടുള്ള ആളുകൾക്ക് അത്തരം ആഗ്രഹങ്ങളോ ഇഷ്ടങ്ങളോ അത് എന്താണ് അതിന്റെ വഴിയെന്ന് പരസ്പരം അന്വേഷിച്ചിട്ടുണ്ടാവും. അതും ഇപ്പോൾ സുരേഷ് ഗോപിയുടെ അല്ലെങ്കിൽ BJPയുടെ പ്രതിനിധിയായിക്കൊണ്ട് തന്നെ ഗോപി ആശാനെ സമീപിച്ച ഫോൺ ചെയ്ത BJP സഹയാത്രികനായ ഡോക്ടർ പറയുന്നതും രണ്ട് തന്നെയാണ്. ഇപ്പൊ പറയുന്നത് വളരെ കണ്ടീഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണം, നിങ്ങൾക്ക് പത്മഭൂഷൺ വേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ അതിനർത്ഥം ഇങ്ങനെ ചെയ്താലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ല എന്ന് തന്നെയാണ്. മാത്രമല്ല, ഈ ഡോക്ടറുടെ പേര് നമ്മൾ ആരും അറിയാതിരുന്ന പേര് ഒരു ചാനൽ ചർച്ചയിൽ വെളിപ്പെടുത്തിയിട്ടുള്ളത് BJPയുടെ ഔദ്യോഗിക വക്താവായിട്ടുള്ള ശ്രീമാൻ ഗോപാലകൃഷ്ണനാണ്, ഡോക്ടർ മോഹൻദാസ് ആണ് എന്ന് വിളിച്ചു പറയുന്നത്. അനിൽ അക്കരെ പറയുന്ന പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പം രഘു എന്ന് പറയുന്ന ഗോപി ആശാന്റെ മകൻ പറഞ്ഞത് വളരെ കൃത്യമാണ്. ആ ഗോപി അല്ല ഈ ഗോപി. പിന്നെ സുരേഷ് ഗോപി നിങ്ങൾ പറയുന്ന പോലെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നോമിനിയായിട്ട് തൃശ്ശൂർ വന്നതിന് ശേഷം അദ്ദേഹം നിറയുന്ന വാർത്തകൾ എന്താണെന്ന് നിങ്ങൾ നോക്കൂ. ലൂർദ് പള്ളിയിലെ വിവാദം പോവട്ടെ, ചെമ്പിലോ ഇരുമ്പിലോ അലൂമിനിയത്തിലോ എന്ത് വേണമെങ്കിലും കൊടുക്കാം, പക്ഷേ മുഴുവൻ മാധ്യമങ്ങളെയും വിളിച്ചു വരുത്തിയിട്ട് എല്ലാ ചാനലുകളിലൂടെയും തങ്ക കിരീടം കൊടുത്തു എന്നുള്ള വാർത്ത പോകുന്ന സമയത്ത് ഈ സുരേഷ് ഗോപി പറഞ്ഞിട്ടില്ല ഇത് തങ്ക കിരീടമല്ല എന്ന്. അത് മാത്രവുമല്ല, RSSന്റെയും BJPയുടെയും ഭീകരമായ അജണ്ട അതിൽ നമ്മൾ കണ്ടതാണ്. ആ തങ്ക കിരീടം അല്ലെങ്കിൽ ചെമ്പിന്റെ കിരീടം വെച്ചതിന് ശേഷം അത് ഉരുണ്ട് താഴെ വീണു. ഉടനെ അന്ന് രാത്രി RSSന്റെ വളരെ വളരെ പ്രമുഖനായ ഒരു പ്രചാരകൻ അഴിച്ചുവിട്ട പ്രചാരം എന്തായിരുന്നു നിങ്ങൾ? കൈരളി TV-യുടെ ഒരു ക്യാമറാമാനാണ്, മുസ്ലിം നാമധാരിയായ ഒരു ക്യാമറാമാനാണ് കിരീടം താഴെ ഇട്ടത് എന്ന്. ആ ചടങ്ങിലേക്ക് ക്ഷണമില്ലാതിരുന്ന ഒരേ ഒരു ന്യൂസ് ചാനലായിരുന്നു കൈരളി. ആ ക്യാമറാമാനോ റിപ്പോർട്ടറോ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല. ഒരു പക്ഷെ എന്തെങ്കിലും ഒരു വാസ്തവത്തിന്റെ ഒരു തരിമ്പുണ്ടായിരുന്നെങ്കിൽ കേരളം മുഴുവൻ അതിഭീകരമായ ഒരു കമ്മ്യൂണൽ റിഫ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഷവിത്തുകൂടെ ആ ഇൻസിഡന്റിലൂടെ സംഘപരിവാർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ചർച്ചയിൽ പോലും അന്ന് പങ്കെടുത്ത BJP പ്രതിനിധി കൈരളിയുടെ ക്യാമറാമാനാണ് ഈ കിരീടം തട്ടിയിട്ടത് എന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞിരുന്നു കൈരളി അപ്പൊ തന്നെ പിറ്റേ ദിവസം ആ വാർത്ത വന്ന ഉടനെ തന്നെ അതിനെ എന്താ പറയാ നെഗേറ്റ് ചെയ്തുകൊണ്ട് അവർ എക്സ്ക്ലൂസീവ് സ്റ്റോറീസും ഇന്റർവ്യൂസും ഒക്കെ ചെയ്തിരുന്നു. അവർ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, അതിന്റെ അകത്ത് അപകടം, ആ പരാമർശിക്കപ്പെട്ട ആള് ഒരു മുസ്ലിം നാമധാരിയുമായിരുന്നു. അതായത് ക്രിസ്ത്യാനിയുടെ പള്ളിയിൽ സുരേഷ് ഗോപി കൊടുക്കുന്ന കിരീടം കൈരളി TV-യുടെ അതായത് CPM-നോട് അഫിലിയേറ്റഡ് ആയ ചാനലിലെ മുസ്ലിം നാമധാരിയായ ഒരു വീഡിയോഗ്രാഫറെ തള്ളിയിട്ടു എന്ന് പറയുന്നതിനുള്ളിലുള്ള വിഷം നോക്കൂ നിങ്ങൾ. അപ്പൊ ഇത് ദൈവത്തോടുള്ള സ്നേഹമൊന്നുമല്ല. വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആളുകളെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടോ സാധാരണ സ്ഥാനാർത്ഥികൾ അമ്പലങ്ങളോ പള്ളികളോ സന്ദർശിക്കുന്നതോ നോമ്പ് തുറക്ക് പങ്കെടുക്കുന്നതോ പോലെ അല്ല ഇത്. അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ സുരേഷ് ഗോപി നിറഞ്ഞ വാർത്തകൾ നോക്കുന്നെങ്കിൽ അദ്ദേഹം ഇപ്പോഴും ജാമ്യത്തിലിറങ്ങി നടക്കുന്ന ഒരു ക്രിമിനൽ കേസിലെ പ്രതിയാണ്, ഒരു മാധ്യമ പ്രവർത്തകയെ അപമാനിച്ച കേസിലെ പ്രതിയാണ്. അതിനുശേഷം ആ ഇൻസിഡന്റിന് ശേഷം അദ്ദേഹം എന്താണ് അവരെ പറ്റി പറഞ്ഞത്? അദ്ദേഹത്തിന്റെ ക്യാമ്പയിൻ നടത്തുന്ന ആളുകൾ ആ പെൺകുട്ടിയുടെ വർണ്ണത്തെപ്പറ്റി ശരീരത്തെപ്പറ്റി എന്തൊക്കെ വൃത്തികേടുകൾ എന്തൊക്കെ ആഭാസങ്ങളാണ് പറഞ്ഞു നോക്കൂ. കഴിഞ്ഞ ദിവസം നികേഷിന്റെ റിപ്പോർട്ടറോടാണ് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് ചിരിച്ചുകൊണ്ട് ചോദിക്കുന്ന റിപ്പോർട്ടറോട് ആ റിപ്പോർട്ടറുടെ താടിയിൽ പിടിച്ചിട്ട് രോമത്തിൽ പിടിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ എന്താ പറയാ കേരളത്തിലെ ഏറ്റവും മഹാനായ സംഘപരിവാറിന്റെ BJPയുടെ മാതൃകാ പുരുഷനായ സ്ഥാനാർത്ഥി പറഞ്ഞത് കേരളത്തിലെ കോണ്ടെക്സ്റ്റിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളും, അത് കോൺഗ്രസ് ആവട്ടെ CPM ആവട്ടെ BJP ആവട്ടെ, ഇതുവരെയുള്ള ഒരാളും പറയാൻ മടിക്കുന്ന രീതിയിലുള്ള അശ്ലീലവും ആഭാസതരവുമാണ് ഇയാൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കോൺഗ്രസ്സുകാരോ LDF-കാരോ UDF-കാരോ ഉണ്ടാക്കുന്നതല്ല.
ഗുരുവായൂർ അമ്പലനടയിൽ ഇദ്ദേഹത്തെ കണ്ടിട്ട് എന്റെ കുഞ്ഞിന് അസുഖമാണ് എന്ന് പറഞ്ഞൊരു സ്ത്രീയോട് ഇയാൾ പറഞ്ഞത് പോയിട്ട് എം വി ഗോവിന്ദനോട് ചോദിക്കുന്നതാണ്. ആ സ്ത്രീക്ക് അറിയില്ല ആരാണ് എം വി ഗോവിന്ദൻ എന്നുള്ളത്. സുരേഷ് ഗോപിയുടെ പേഴ്സണൽ ടീമിലുള്ള ആരോ ആണെന്നാണ് കരുതിയത്. പക്ഷേ സംശയം വേണ്ട, ആ കുട്ടിയുടെ സംരക്ഷണ ചുമതല, ചികിത്സയുടെ ചുമതല കേരള സർക്കാർ ഏറ്റെടുത്തു, ആരോഗ്യ വകുപ്പ് ഏറ്റെടുത്തു എന്നുള്ളതാണ്. അടുത്ത ജന്മം ബ്രാഹ്മണനാവണം, എന്താ പറയുക, ഗർഭിണിയെ കണ്ടാൽ ഞാൻ അപ്പം കെട്ടിപ്പിടിക്കും, ഇവരെന്റെ പ്രജകളാണ് എന്ന് പറയുന്ന, അതായത് അമിത് പറയാ മോദി എന്നൊക്കെ പറഞ്ഞ പുതിയ ഏറ്റവും വൃത്തികെട്ട ഏറ്റവും ബീഭത്സമായ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ കേരളത്തിൽ അവതരിച്ച ബീഭൽ സ്വരൂപമാണ് സുരേഷ് ഗോപി. മറ്റ് BJP കാൻഡിഡേറ്റ്സിൽ നിന്ന് അയാൾ വ്യത്യസ്തനാവുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്ന് ഞാൻ കരുതുകയാണ്. ശിക്കേറ്റി കുഞ്ഞിക്കണ്ണൻ, ഉല്ലാസ് ബാബുവിന് അവസരമുണ്ട്. അതിനു മുമ്പ് ശിക്കേറ്റി കുഞ്ഞിക്കണ്ണൻ, ഈ ഉല്ലാസ് ബാബു പറഞ്ഞ പോലെ തന്നെ CPM എന്നുകൊണ്ടാണ് ഈ ചെമ്പാണോ വെള്ളിയാണോ സ്വർണ്ണമാണോ എന്നൊക്കെ നോക്കാൻ തുടങ്ങിയത്? നികേഷേ, ഈ ചർച്ചയിൽ BJPയുടെ പ്രതിരോധത്തിലാണ്. ആ പ്രതിരോധം നിസ്സഹായമായ ഒരു പ്രതിരോധമാണ് അദ്ദേഹം. ആ പ്രതിരോധം എന്താണ്? അദ്ദേഹത്തിൻ്റെ ഈ ആത്മരോക്ഷ നാട്യമാണ് നമ്മൾ ഇവിടെ കണ്ടത്. അദ്ദേഹം ഇവിടെ എന്താണ് നമ്മളെല്ലാം പഠിപ്പിക്കുകയാണ്. എന്ത്? വഴിപാടിൻ്റെ തത്വശാസ്ത്രം. എന്താ വഴിപാടിൻ്റെ ഫിലോസഫി? വഴിപാട് സമർപ്പണമാണെന്ന്. എന്ത് സമർപ്പണമാണ് മിസ്റ്റർ? മണിപ്പൂരിൽ ആയിരക്കണക്കായ ക്രിസ്ത്യൻ മതവിശ്വാസികളായ ഗോത്രവർഗ്ഗക്കാരെ വേട്ടയാടുകയും അതിൻ്റെ പ്രതിഷേധം കേരളത്തിലുടനീളം ഉയർന്നു വരികയും തങ്ങൾ ലക്ഷ്യം വെച്ചിരുന്ന ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകൾ തങ്ങൾക്ക് എതിരാവും എന്നൊക്കെയുള്ള ഒരാലോചനയിൽ BJP ഉണ്ടാക്കിയെടുത്ത, BJPയുടെ വളരെ കൗടില്യമുള്ള ഈ തെരഞ്ഞെടുപ്പ് വിദഗ്ധന്മാർ ഉണ്ടാക്കിയെടുത്തൊരു നാടകമാണ് ഈ ലൂർദ് മാതാവിനുള്ള ഈ സ്വർണ്ണ കിരീട സമർപ്പണം. ആ ഞങ്ങളൊക്കെ ക്ഷേത്രങ്ങളൊക്കെ ബന്ധപ്പെട്ട് എത്രയോ കാലമായി ജീവിക്കുന്ന ആൾക്കാരാണ്. എത്രയോ ക്ഷേത്രങ്ങൾ ഞങ്ങളുടെ ചുറ്റുപാടുണ്ട്. ഞങ്ങൾ ദൈവവിശ്വാസികളും ക്ഷേത്രവാസികളും അല്ലെങ്കിലും ക്ഷേത്രങ്ങളിൽ പോകുന്ന എത്രയോ ആളുകൾക്കിടയിലാണ് ഞങ്ങളുടെ പാർട്ടിയൊക്കെ പ്രവർത്തിക്കുന്നത്. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ, ഇവിടെ പ്രേംകുമാർ അനിലക്കരെ അത് വിശദീകരിച്ചു, ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഞാനൊരു സ്വർണ്ണക്കിരീടം കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു സ്വർണ്ണവള കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചെമ്പുവള കൊണ്ട് കൊടുക്കുമോ? ഇതൊക്കെ തന്നെ എന്താണ്? അക്കൗണ്ടബിളാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ. ക്ഷേത്ര കമ്മിറ്റിക്കാർ കണക്ക് പറയേണ്ട കാര്യമാണിത്. അപ്പോൾ കേരളത്തിലെ BJP അവരുടെ ഏറ്റവും സെലിബ്രിറ്റിയായ സ്ഥാനാർത്ഥിയായി കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ് സുരേഷ് ഗോപി. എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ഈ അധമമായ അവസ്ഥയിലേക്ക് എത്തിയത്? ഞാൻ ഒരു സംശയവുമില്ലാതെ പറയുന്നു, അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ വർഗീയതയ്ക്ക് പണയപ്പെടുത്തിയത് കൊണ്ടാണ്. ആ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ അഹന്തയിൽ അദ്ദേഹം എന്താണ് മലയാളിയുടെ സർവ്വപ്രബുദ്ധതയും വെല്ലുവിളിച്ചുകൊണ്ട് ബ്രാഹ്മണനായി പുനർജന്മം വേണമെന്ന് പറയുക. എന്ന് മാത്രമല്ല, ജനങ്ങളെല്ലാം തൻ്റെ പൗരന്മാരാണെന്ന് ബാലചന്ദ്രൻ വളരെ ഭംഗിയായിട്ട് അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. പൗരന്മാരല്ല, പ്രജകളല്ല, നമ്മളെല്ലാം പൗരന്മാരായ തുല്യാവകാശമുള്ള ജനനത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ നിറത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ലിംഗത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ജാതിയുടെയോ മതത്തിൻ്റെ പേരിൽ ഒരു വരേണ്യതയോ ആർക്കുമില്ല. അപ്പോൾ മനുസ്മൃതിയുടെ ഒരു വരേണ്യവാദം ഒരു പ്രത്യയശാസ്ത്രമായി കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യൻ ലൂർദ് മാതാവിന് സ്വർണ്ണ കിരീടം കൊടുത്തത് മിസ്റ്റർ BJPയുടെ എൻ്റെ സുഹൃത്ത് മനസ്സിലാക്കണം, അതൊരു സമർപ്പണവുമല്ല, ഒരു ഭക്തിയുമല്ല, ശുദ്ധ കാവട്യമാണ്, തെരഞ്ഞെടുപ്പ് തന്ത്രമാണ്. അതാണ് തുറന്നു കാണിക്കപ്പെട്ടത്. അങ്ങനെ അത് തുറന്നു കാണിക്കപ്പെട്ട ഈ രാജ്യത്തെ നോക്കൂ, അതൊരു സമർപ്പണമല്ല, അതൊരു തെരഞ്ഞെടുപ്പ് തന്ത്രമായിരുന്നു. മണിപ്പൂരിനെ മറികടക്കാനുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രം. അതെ, ഈ കുവേട്ടി കുഞ്ഞിക്കണ്ണൻ പറയുന്ന ഈ വാക്കുകൾ തന്നെയാണ് ഏറ്റവും വലിയ കാപട്യവും തെരഞ്ഞെടുപ്പ് തന്ത്രവും. എൻ്റെ കുഞ്ഞിക്കണ്ണൻ, ആരോടാണ്? ഞങ്ങൾ അമ്പലത്തിലൂടെയാണ് ജീവിക്കുന്നത്, വിശ്വാസിയോടെയാണ് ജീവിക്കുന്നത്. തീർത്ഥം കൊണ്ട് കൈയഴുകിയ രാധാകൃഷ്ണനും ഒന്ന് നമസ്കരിച്ച് തൊഴാൻ പേടിയുള്ള കടകംപള്ളി സുരേന്ദ്രനും ഗണപതി ഹോമം കഴിച്ചതിന് പുറത്താക്കിയ ടീച്ചറെ പുറത്താക്കിയ ചരിത്രവും ഗണപതി ഹോമം നടത്താൻ വീട്ടിൽ പാടില്ല എന്ന് പറഞ്ഞ പാർട്ടിയിലെടുത്ത തീരുമാനങ്ങളൊക്കെ നടപ്പിലാക്കി അതൊക്കെ അംഗീകരിച്ച് വിഴുങ്ങിയിരിക്കുന്ന കുഞ്ഞിക്കണ്ണൻ ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ നുണ പറയാൻ വന്നപ്പോൾ നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു, നിങ്ങളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്. പിന്നെ നിങ്ങൾ സുരേഷ് ഗോപിയുടെ വഴിപാടിനെക്കുറിച്ചും സമർപ്പണത്തെക്കുറിച്ചും, സുരേഷ് ഗോപിയുടെ മനസ്സിലുള്ള അർപ്പണവും സമർപ്പണവും വഴിപാടും ദൈവിക ചിന്തകളെയും അളക്കാൻ കുഞ്ഞിക്കണ്ണൻ്റെ പാർട്ടി ഫ്രീക്വൻസി ലെവൽ തന്നിട്ടുണ്ടോ? അതിന് മെഷീൻ ഇറക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ CPM സാധിക്കില്ല. ചിലപ്പോൾ കുഞ്ഞിക്കണ്ണനായതുകൊണ്ട് ചിലപ്പോൾ സ്വാഭാവികമായിട്ട് നടന്നിട്ടുണ്ടാവാം. അതിന് അളക്കാനുള്ള മെഷീൻ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാകാം. രണ്ട്, സേവനത്തിൻ്റെ കാര്യത്തിൽ സുരേഷ് ഗോപിൻ്റെ കുറ്റം പറയാൻ വന്നിരിക്കുന്ന മറ്റൊരു വ്യക്തിയുടെ പേര്, എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് പ്രേംകുമാർ, ഞാൻ TV കാണാത്തതുകൊണ്ടാണ് എനിക്ക് പേര് കിട്ടുന്നില്ല, പ്രേംകുമാർ എന്നാണ് വിശ്വസിക്കുന്നു.
അദ്ദേഹം പറഞ്ഞു സേവനത്തിൻ്റെ കാര്യത്തിൽ ഒരു കുട്ടി വന്ന സമയത്ത് ഗോവിന്ദൻ മാഷെ കാണാൻ പറഞ്ഞു. എന്താ തെറ്റുള്ളത്? ഗോവിന്ദൻ മാഷ് കേരളത്തിലെ MLA അല്ലേ, അദ്ദേഹം മന്ത്രിയായിരുന്ന ആളല്ലേ. അദ്ദേഹത്തിന് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഒരു സേവനം ചെയ്യുന്നു, സഹായങ്ങൾ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൻ്റെ എത്ര വിഹിതം അദ്ദേഹം ഈ സമൂഹത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് കാശുള്ള സമയത്ത് അദ്ദേഹം ഇതിന്റെ നിർമ്മാണം നടത്തിയ ആള് ഇത് ഒരു തങ്ക കിരീടമാണ് എന്ന് പറയുന്നു. ഒന്ന്. രണ്ട്, ഇത് സ്വർണ്ണ കിരീടം എന്നുള്ള നിലയിലാണ് അവിടെ സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പള്ളിയെ സംബന്ധിച്ചിടത്തോളം അതിനൊരു അക്കൗണ്ടബിലിറ്റി വേണമല്ലോ. അല്ലെങ്കിൽ അവർ അത് തൊട്ടടുത്ത ആൾക്ക് കൈമാറുമ്പോൾ ഇത്രയധികം സ്വർണം കൈമാറിയിട്ടുണ്ട് എന്ന് വന്നാൽ പിന്നെ അവരതിന് ഉത്തരം പറയേണ്ടി വരുള്ളൂ. ഇവിടെ രാഷ്ട്രീയക്കാരില്ല. ഇപ്പോൾ കെട്ടി കുഞ്ഞിക്കണ്ണന് നാണോല്ലേ അല്ലെങ്കിൽ അനിലക്കരയ്ക്ക് നാണോല്ലേ എന്ന് ചോദിക്കുന്നതല്ലല്ലോ. അവരല്ലല്ലോ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത്. ആ പള്ളി തന്നെയാണ് ഈ കാര്യങ്ങൾ പുറത്തുവിട്ടത്. നമുക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ കെട്ടി കുഞ്ഞിക്കണ്ണൻ്റെ ഏറ്റവും ഭീഭത്സവും അഴുക്കും നിറഞ്ഞതുമായിട്ടുള്ള സംസാരത്തെ നഖശിഖാന്തം വ്യക്തമായി എതിർക്കുന്നേ. കാരണം അദ്ദേഹം ഒരു സമൂഹത്തിനെ നിന്ദിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ച് വർത്തമാനം പറഞ്ഞതുകൊണ്ടാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ശ്രീ അനിൽ അക്കര പറഞ്ഞ കാര്യത്തിൽ, അല്ലെങ്കിൽ നികേഷിൻ്റെ ഒരു സംശയം പറഞ്ഞ കാര്യത്തിൽ, സുരേഷ് ഗോപി സമർപ്പിച്ചൊരു വഴിപാട് കിരീടം, അതിലെത്ര സ്വർണമുണ്ട്, അതിലെത്ര ചെമ്പുണ്ട്, അതിലെത്ര തങ്കമുണ്ട് ഇത്യാദി കാര്യങ്ങളൊക്കെ പള്ളിക്കൊരാവശ്യമുണ്ട് എങ്കിൽ പള്ളി സുരേഷ് ഗോപിയുമായി ചോദിച്ചാൽ, അല്ലെങ്കിൽ പള്ളിക്ക് അത് അളവെടുത്താൽ. നോക്കൂ, സുരേഷ് ഗോപി കൊടുത്തൊരു കാര്യം പള്ളിയുമായി സംസാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പള്ളിയിൽ സമർപ്പിച്ച് കൊടുത്തൊരു കാര്യം വഴിപാടാണ് സർ. ആ വഴിപാട് ആർക്ക് വേണമെങ്കിൽ തൂക്കി നോക്കി അവർക്ക് കണക്കിൽ കൃത്യമായി വെക്കാമല്ലോ. അനിലക്കരക്ക് എന്താണ് അതിനകത്ത് കാര്യം? കുഞ്ഞിക്കണ്ണൻ എന്താണ് കാര്യം? ഇതിനകത്ത് അനിലക്കര പ്രതാപനും കൂട്ടി പ്രതാപനും കൂടി കൊരട്ടി മുത്തിയുടെ അവിടെ വാഴക്കൊല സമർപ്പിച്ചു. അതിലെത്ര പടലയുണ്ടെന്ന് ആരെങ്കിലും അന്വേഷിക്കാൻ പോയിട്ടുണ്ടോ? അതിലെ പഴം എത്ര കിലോ ഉണ്ട്, മാണിക്കായ എത്രയുണ്ട്, അടിപ്പടൽ എത്രയുണ്ട്, നടുപ്പടൽ എത്രയുണ്ടെന്ന് നമ്മൾ ആരെങ്കിലും അന്വേഷിക്കാൻ പോയിട്ടുണ്ടോ? അത് അദ്ദേഹത്തിന്റെ സമർപ്പണം. ഇവിടെയൊക്കെ രാഷ്ട്രീയം കണ്ടുകൊണ്ട് മറച്ചു വെക്കുന്നത് വികസനം എന്ന് പറയപ്പെടുന്ന സുരേഷ് ഗോപിയുടെ വലിയ കാഴ്ചപ്പാട്. തൃശ്ശൂരിന്റെ മുഖം മാറ്റുന്ന ഒരു ശൈലിയിലേക്ക് തൃശ്ശൂരിനെ കൈപ്പിടിച്ചുയർത്തുമെന്ന് പറഞ്ഞ് അമ്മമാരടക്കമുള്ള സമൂഹം, പൊതുസമൂഹം വ്യക്തമായി സുരേഷ് ഗോപിയുടെ പുറകെ നിൽക്കുമ്പോൾ കെട്ടി കുഞ്ഞിക്കണ്ണന് ദുഃഖം ഉണ്ടാവും, അനിലക്കരയ്ക്ക് ദുഃഖം ഉണ്ടാവും. പരാജയപ്പെടാൻ പോകുന്നവന്റെ വെപ്രാളമായിട്ടാണ് അതിനെ കാണേണ്ടത്. സേവനത്തിന്റെ കാര്യത്തിൽ സുരേഷ് ഗോപിയുടെ അത്ര സേവനം ചെയ്തിട്ട് മിടുക്കന്മാർ, ഈ മത്സരിക്കുന്ന 2 മിടുക്കന്മാർ വരട്ടെ, 2 അദ്ദേഹം ഒരു കേസിൽ പ്രതിയായതുകൊണ്ട് ജാമ്യം എടുത്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കേരളത്തിലെ മത്സരിക്കുന്ന എല്ലാവരും എടുത്തുള്ളൂ. അദ്ദേഹത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ശൈലികളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഈ കേരളത്തിലെ എല്ലാ സ്ഥാനാർത്ഥികളെയും വിവിധ രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള ആളുകളുടെ കേസുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് വിശകലനം ചെയ്യണമെങ്കിൽ ചെയ്യാം. 2 നികേഷിനെ അടക്കമുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. നികേഷിന്റെ റിപ്പോർട്ടറായിട്ടുള്ള ഈ തൃശ്ശൂരിലെ റിപ്പോർട്ടറിന്റെ ഇവിടെ തൊട്ടുകൊണ്ട് അദ്ദേഹത്തെ വെല്ലുവിളിച്ചു എന്ന്. നോക്കൂ, ഇവിടുത്തെ റിപ്പോർട്ടറായിട്ടുള്ള ശ്രീ ജെയ്സൺ എന്ന് പറയപ്പെടുന്ന വ്യക്തി, അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ സുരേഷ് ഗോപിയും ജെയ്സൺ എന്ന് പറയപ്പെടുന്ന വ്യക്തിയും എത്ര കാലമായിട്ടുള്ള ആത്മബന്ധമുള്ള ആളുകളാണ്. തമാശയുടെ അടിസ്ഥാനത്തിൽ, സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ എനിക്ക് ഇതാണ് ജെയ്സ എന്ന് പറയുന്നതിനെ ന്യായീകരിച്ചുകൊണ്ട് അതിലും രാഷ്ട്രീയം കണ്ടെത്തി എങ്ങനെയൊക്കെയാണോ ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്ത് 10 വോട്ട് മേടിക്കാൻ സാധിക്കുക അതൊക്കെ ഞങ്ങൾ ചെയ്യും, ഏത് നാണം കെട്ട പ്രവർത്തിക്കും ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് ശ്രീ കുഞ്ഞിക്കണ്ണനും ശ്രീ അനിലക്കരയും തരുന്നത്. നിങ്ങളോട് ഞങ്ങൾ പറയുന്നു, ബഹുമാനായ അനിലക്കര, ഒരു കാര്യം മനസ്സിലാക്കുക. സ്വർണ്ണമാണെന്ന് നിങ്ങൾ പൊന്തിച്ച് നടക്കുന്ന ചെമ്പായിട്ടുള്ള രാഹുൽ ഗാന്ധിയും വ്യക്തമായിട്ടുള്ള സ്വർണ്ണമായിട്ടുള്ള നരേന്ദ്രമോദിയും തമ്മിലുള്ള മത്സരം നടക്കണം. ആ സ്വർണം തന്നെ ജയിക്കുന്നേ, ഒരു സംശയം വേണ്ട. ഇന്ത്യ മഹാരാജ്യം ചർച്ച ചെയ്ത നികേഷ് എന്ന് പറയപ്പെടുന്ന വ്യക്തി ഒരിക്കലും അതിനെ എതിർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യ, കാരണം ഏറ്റവും വലിയൊരു രാഷ്ട്രീയ പ്രവർത്തകന്റെ മകനായി കണ്ട് രാഷ്ട്രീയം പഠിച്ചു വന്ന വ്യക്തിയാണ് നിങ്ങൾ. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ഇവിടുത്തെ വഴിപാടുകളോ സേവനങ്ങളോ ഇത്യാദി കാര്യങ്ങളോ മാത്രമൊന്നുമല്ലല്ലോ. രാഷ്ട്രീയവും വികസനവും, ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന വികസനവും, ഇനിയും കേന്ദ്രം ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുമെന്നുള്ളതാണ്. സുരേഷ് ഗോപിയെ അനിലക്കരയുടെ കോൺഗ്രസും കെട്ടിക്കുഞ്ഞിക്കണ്ണന്റെ CPM അതിശക്തമായി ആക്രമിക്കുന്നത് സുരേഷ് ഗോപി ജയിക്കും, അല്ലെങ്കിൽ സുരേഷ് ഗോപി അത് സെൻട്രൽ ഫിഗർ ആണ് എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണോ? ഞാൻ 2 കാര്യം അതിനകത്ത് സൂചിപ്പിക്കാം. ഒന്ന്, ഉല്ലാസ് ബാബു പറഞ്ഞു കൊരട്ടി പള്ളിയിലെ നേർച്ചയുമായി ബന്ധപ്പെട്ട്, അതാണ് സുരേഷ് ഗോപിക്കുള്ള കൃത്യമായ മറുപടി. അത് ഉല്ലാസ് ബാബു പറഞ്ഞാണ് കൃത്യമായ മറുപടി. എന്താണ് കൊരട്ടിപ്പള്ളിയിലെ നേർച്ച? ശ്രീ പ്രതാപൻ എങ്ങനെയാണ് കൊരട്ടിപ്പള്ളിയിൽ പോയത്? ബൈജു വർഗീസ് എന്ന് പറയുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയുടെ മകളുടെ വിവാഹം കൊരട്ടിപ്പള്ളിയിൽ നടക്കുകയാണ്. ചാലക്കുടി കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് ഈ കൊരട്ടിപ്പള്ളി നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഈ തൃശൂർ പാർലമെന്റിനകത്തല്ല.
ആ കൊരട്ടിപ്പള്ളിയുടെ നേർച്ച എന്താണ്? അവിടെ പൂവൻ വാഴക്കുല നേർച്ചയാണ്. പൂവൻ വാഴക്കുല നേർച്ച TN പ്രതാപൻ കൊണ്ടുപോകേണ്ട വാഴക്കുലയല്ല. നമ്മളവിടെ പൈസ അടയ്ക്കുമ്പോൾ ആ പള്ളി നമുക്ക് ഒരു പൂവൻ വാഴക്കുല തരും. ആ വാഴക്കുല അവിടെ നേർച്ചയായി വെക്കുകയാണ്. പ്രതീകാത്മകമായി പള്ളി തന്ന വാഴക്കുലയാണ് നമ്മൾ നേർച്ചയായി വെക്കുന്നത്. അതാണ് ഞാൻ ഈ കാര്യത്തിൽ കൃത്യമായി പറഞ്ഞത്. അപ്പൊ ആ പള്ളിക്കറിയാം എത്ര കിലോ വലിപ്പമുള്ള പൂവൻ വാഴക്കുലയാണ് കൊടുത്തത്. അതിന്റെ പണമാണ് പ്രതാപൻ അവിടെ അടച്ചത്. അതാണ് ഞാൻ തൃശ്ശൂരിലെ ഗുരുവായൂർ അമ്പലത്തിലെ തുലാഭാരത്തിന്റെ കാര്യം പറഞ്ഞത്. അത് തന്നെയാണ് തൃശ്ശൂരിലെ ലൂർദ് മാതാവിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത്. കാണിക്കിടുമ്പോൾ അവിടെ നേർച്ചപ്പെട്ടിയുണ്ട്. ആ നേർച്ചപ്പെട്ടിയിൽ ആൾരൂപങ്ങൾ ഇടാറുണ്ട്, സ്വർണ്ണമിടാറുണ്ട്, വളയിടാറുണ്ട്, പണമിടാറുണ്ട്. അതിന്റെ കണക്ക് നോക്കേണ്ട യാതൊരു കാര്യമില്ല. ഇതൊരു പ്രത്യേക സാധനം പ്രത്യേകമായ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വഴിപാടായി നൽകുമ്പോൾ അത് വെളിപ്പെടുത്തേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞോളൂ. അപ്പൊ അതിലേക്ക് ഞാൻ അവസാനിപ്പിച്ചൊരു വിഷയമാണ്. പിന്നെ സുരേഷ് ഗോപി ജയിക്കും എന്ന് പറയുന്നു. സുരേഷ് ഗോപി ഇവിടെ ആദ്യമായി ജയിക്കുന്ന ഒരാളല്ലല്ലോ. രണ്ടാമതും മൂന്നാമതും മത്സരിക്കുന്ന ഒരാളാണ്. ഒന്നാമത് മത്സരിച്ച സമയത്ത് അദ്ദേഹം എത്രാം സ്ഥാനത്താണ് പോയത്? 3-ാം സ്ഥാനത്തല്ലേ പോയത്? തർക്കമുണ്ടാർക്കെങ്കിലും? രണ്ടാമത് മത്സരിച്ചപ്പോൾ അദ്ദേഹം 3-ാം സ്ഥാനത്തല്ലേ പോയത്? തർക്കമുണ്ടാകാൻ ആർക്കെങ്കിലും ആ കാര്യത്തിൽ? ആദ്യം തൃശൂർ പാർലമെന്റിലേക്ക് മത്സരിച്ച് 3-ാം സ്ഥാനത്തേക്ക് പോയ സമയത്ത് തൃശൂർ അസംബ്ലി മണ്ഡലത്തിൽ സുരേഷ് ഗോപി 2-ാം സ്ഥാനത്തായിരുന്നു. അതേ സുരേഷ് ഗോപി വീണ്ടും 2019 കഴിഞ്ഞ് കഴിഞ്ഞ പാർലമെന്റ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിക്കുമ്പോൾ 2-ാം സ്ഥാനത്തുണ്ടായിരുന്ന സ്ഥാനം കൂടി നഷ്ടപ്പെട്ട് 3-ാം സ്ഥാനത്ത് പോയ സുരേഷ് ഗോപിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അവിടെ സുരേഷ് ഗോപി ഒരു വലിയ അവതാരമാണ്, വലിയ രാഷ്ട്രീയമായ ഫിഗറാണ്. ഈ തൃശ്ശൂർ ജില്ലയിൽ ആളുകൾ വോട്ട് പിടിക്കുമെന്ന് പറഞ്ഞാലൊന്നും ഞങ്ങൾ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ഇവിടെ UDF-ഉം LDF-ഉം തമ്മിലുള്ള മത്സരം നടക്കുന്നു. ആദ്യഘട്ടത്തിൽ സുനിൽകുമാർ വരാതിരുന്ന സമയത്ത് LDF-ഉം BJP-യും തമ്മിലുള്ള ഒരു മത്സരം എന്ന രീതിയിൽ വന്നു. പിന്നെ ഇപ്പൊ ചിത്രങ്ങൾ മാറി. ഇപ്പൊ K. മുരളീധരനും സുനിൽകുമാറും തമ്മിലുള്ള മത്സരം നടക്കുകയാണ്. ഇവിടെ ഒരാൾ ഡാൻസ് കളിച്ച് കോമാളി കളിച്ച് പോകുന്നുണ്ട്. ആരാണ് ഇതിനെ ഫോളോ ചെയ്യുന്നത്? ഞങ്ങളിപ്പോ സുരേഷ് ഗോപിയെ ഫോളോ ചെയ്യാറില്ല. സമൂഹ മാധ്യമങ്ങളിൽ പോലും ഞങ്ങളുടെ ഹാൻഡിലുകളൊന്നും സുരേഷ് ഗോപിക്കെതിരായോ അനുകൂലമായോ ഒരു പോസ്റ്റും ഇടാറില്ല. ഇത് അടഞ്ഞ അധ്യായമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BJP-ക്ക് തന്നെ ഫിനിഷ് ചെയ്യും. പിന്നെ കേന്ദ്രത്തിൽ ആര് ഭരിക്കുന്നു എന്നുള്ളതാണ്. കേന്ദ്രത്തിൽ ആര് ഭരിക്കുന്നു എന്നുള്ള കൃത്യമായ അജണ്ട വെച്ചുകൊണ്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന മുന്നണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വളരെ വ്യത്യസ്തമാണ്. ഇവിടെ ഞാൻ കുഞ്ഞിക്കണ്ണൻ ഇവിടെ ഇരിക്കുകയാണല്ലോ. കേരളത്തിൽ ഞങ്ങൾ 2 മുന്നണിയായി മത്സരിക്കുമ്പോഴും ബംഗാളിൽ ഞങ്ങൾ ഒരുമിക്കാൻ തീരുമാനിക്കുന്നത് നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയാണ്. ഈ കേരളത്തിൽ ഒരു സീറ്റിലും BJP ജയിക്കില്ല എന്ന ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങളുടെ 20 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും. ഇന്ത്യ മുന്നണി തീരുമാനിക്കുന്ന ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്ന കാലത്ത് യാതൊരു തർക്കവുമില്ല. ഇത് പറഞ്ഞോളൂ. അത് ഞാൻ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞ ആളൊരാളല്ല. ഇവിടെ പറയുന്നത് ആരാണ്? ഇവിടെ വോട്ട് കച്ചവടം നടത്താൻ തീരുമാനിച്ച ആളാണ്. അത് K. സുരേന്ദ്രനാണ്. വടകരയിലും തൃശ്ശൂരും വോട്ട് കച്ചവടം നടത്താൻ തീരുമാനിച്ച ഒരാളാണ്. ഉല്ലാസ് ബാബു, നിങ്ങൾക്ക് ആരാണ് വോട്ട് ചെയ്യുന്ന നിങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പറയാൻ നിങ്ങൾക്ക് ഇപ്പൊ കഴിയുമോ? ഞാനും ഉല്ലാസ് ബാബുവും വടക്കാഞ്ചേരി ആലത്തൂർ പാർലമെന്റിൽപ്പെട്ട വോട്ടർമാരാണ്. ആലത്തൂരിലെ സ്ഥാനാർത്ഥി നിങ്ങൾക്ക് ആരാണെന്ന് പറയാൻ കഴിയുമോ? ആലത്തൂരിലെ സ്ഥാനാർത്ഥി ലേലത്തിൽ വെച്ചിരിക്കുകയാണ് BJP. മറുപടി പറയാൻ പറ്റും. നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണ്? തൃശ്ശൂരിലടക്കം കേരളത്തിൽ LDF UDF മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. വളരെ നേരത്തെ തന്നെ നിങ്ങൾ സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. എന്തുകൊണ്ട് നിങ്ങൾക്ക് ആലത്തൂരിൽ പട്ടികജാതി സംവരണ സീറ്റ് ആയതുകൊണ്ടാണോ നിങ്ങൾക്ക് ആലത്തൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? നിങ്ങളൊന്ന് പറ. നിങ്ങൾ ആർക്കാണ് ഈ തെരഞ്ഞെടുപ്പിൽ പേര് പറ. ആലത്തൂരിൽ ഉല്ലാസ് ബാബു അടക്കമുള്ള BJP-ക്കാർ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? അത് ഞങ്ങൾക്ക് സംശയമുണ്ടെന്നേ. ശ്രീ പ്രേംകുമാർ, നോക്കൂ, ഇവിടെ ഒരു ത്രികോണ മത്സരം തൃശ്ശൂരിലുണ്ട് എന്നുള്ളത് സ്വാഭാവികമായും സുരേഷ് ഗോപിയാണ് 2 മുന്നണികളുടെയും പ്രധാന എതിരാളി എന്നുള്ള ഒരു നേർചിത്രം നമുക്ക് ഈ ചർച്ചയിൽ നിന്ന് തന്നെ ബോധ്യമല്ലേ? അല്ല, ത്രികോണ മത്സരം ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ആദ്യം മുതലേ സുരേഷ് ഗോപിയും NDA ക്യാമ്പും അവരുടെ വലിയ PR ഏജൻസികളൊക്കെ വന്നുകൊണ്ട് അങ്ങനെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. കാരണം ഞാൻ നേരത്തെ പരാമർശിച്ച മീഡിയ വണ്ടിലെ മാധ്യമപ്രവർത്തകരെ ബന്ധപ്പെട്ട പ്രശ്നം വന്നപ്പം 100 കണക്കിന് ചാനലുകളാണ്, ഓൺലൈൻ ചാനലുകളാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി ക്യാമ്പയിൻ നടത്താൻ വേണ്ടി ഇറങ്ങിയിരുന്നു. ഒരാളൊരു ക്രിമിനൽ കേസിൽ പെട്ട സമയത്ത് അത്രയും കോടികൾ കൊണ്ടുവന്ന് സ്പ്ലാഷ് ചെയ്ത് നടത്തുന്ന ഒരു ഭയങ്കര ഇമേജ് മേക്കിംഗ് ഇവന്റ് അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ മനുഷ്യൻ സ്വന്തമായിട്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും അയാളുടെ രാഷ്ട്രീയ പാപ്പരത്വവും അല്ലെങ്കിൽ സംഘപരിവാരം എന്താണോ സത്യത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് എക്സ്പോസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതിനേക്കാൾ എനിക്ക് തമാശയായി തോന്നുന്നു ഈ ഉടായ്പകളും എല്ലാം കൊണ്ട് ഇദ്ദേഹം വരുന്നത് തൃശ്ശൂരിലെ ഗഡികളുടെ മുന്നിലേക്കാണ് എന്നുള്ളതാണ്.
അദ്ദേഹം അനിലക്കരന്റെ കണക്ക് പറഞ്ഞതുപോലെ ഓരോ ഇലക്ഷനിലും അദ്ദേഹത്തിന്റെ വോട്ട് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ സുരേഷ് ഗോപി എൻട്രി ചെയ്യുമ്പോൾ, നമ്മൾ പൊളിറ്റിക്സ് മാറ്റി വെച്ച് സംസാരിച്ചാൽ, സുരേഷ് ഗോപി എൻട്രി ചെയ്യുന്ന സമയത്ത് BJPയുടെ പിന്തുണയുള്ള BJPയിലേക്ക് വന്നിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു. ഇപ്പൊ അദ്ദേഹം അങ്ങനെ അല്ലല്ലോ. ഇപ്പൊ അദ്ദേഹം ഒരു സാക്ഷാൽ BJPക്കാരനാണ്. കേരളത്തിലെ ഏത് മണ്ഡലത്തിലും ഒരു BJP കാൻഡിഡേറ്റ് വന്നാൽ അദ്ദേഹത്തിന് കിട്ടാവുന്ന വോട്ട്, അദ്ദേഹം ഉണ്ടാക്കാവുന്ന ഒരു ചലനം എന്നതിൽ കവിഞ്ഞ് എന്തെങ്കിലും ഒരു സംഗതി സുരേഷ് ഗോപി തൃശ്ശൂരിലെ ഇലക്ഷൻ ഇലക്ഷൻ കോൺടെക്സ്റ്റിൽ ക്രിയേറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ചാനലുകളായ ചാനലുകളും ഓൺലൈൻ മീഡിയ മുഴുവൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്കിൽ പോലും പിന്നെ വിശ്വാസം എന്നുള്ള സാധനവും ഈ കൂട്ടരും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ. വിശ്വാസം സത്യവിശ്വാസമാണെങ്കിൽ അവരൊരു കാരണവശാലും ചെയ്യില്ല മറ്റൊരു വിശ്വാസിയുടെ ആരാധനാലയം തകർക്കുക എന്നുള്ളത് ചെയ്യില്ല. പലപ്പോഴും നമുക്ക് അയ്യപ്പൻ ഉണ്ടെന്നും ലൂർദ് മാതാവ് ഉണ്ടെന്നും ഗുരുവായൂരപ്പൻ ഉണ്ടെന്നൊക്കെ സംശയം തോന്നുന്നത് അവർ സംഘപരിവാറുകാർക്കിട്ട് ഇമാതിരി പണികൾ കൊടുക്കുമ്പോഴാണ്. നോക്കൂ നിങ്ങൾ, ലൂർദ് മാതാവ് അപ്പൊ തന്നെ ആ കിരീടം താഴേക്കിട്ടു, ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് അത് ചെമ്പാണെന്ന് തെളിഞ്ഞു. ശബരിമലയിൽ നമ്മളത് കണ്ടിട്ടുള്ളതാണ്. സാധാരണഗതിയിൽ അതിന്റെ രസം എന്ന് വെച്ചാൽ കേരളത്തിൽ BJP നയിക്കുന്ന K. സുരേന്ദ്രൻ സാധാരണഗതിയിൽ അച്ഛനോ അമ്മയോ മരിച്ചാൽ ആണ്ട് ബലി കഴിയുന്നതിന് മുമ്പ് ശബരിമലയ്ക്ക് പോവില്ല. അതിനു മുന്നേ എടപ്പാളിനപ്പുറത്ത് വളയംകുളത്തുള്ള റൈസ് ആൻഡ് ഫിഷ് എന്ന് പറഞ്ഞ ഫിഷ് മാത്രം കിട്ടുന്ന ഒരു റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണവും കഴിച്ചിട്ട് ഇരുമുടിക്കെട്ടും എടുത്ത് ശബരിമലയ്ക്ക് പോയിരുന്ന ആളാണ് കേരളത്തിൽ ഇപ്പൊ BJPയെ നയിക്കുന്നത്. വിശ്വാസം എന്നുള്ളത് ഇവർക്ക് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതി മാത്രമാണ്. അതുകൊണ്ട് വേറെ ആര് വിശ്വാസത്തെ പറഞ്ഞാലും ആളുകളെ ഭീഷണിപ്പെടുത്താനും കച്ചവടം ചെയ്യാനും രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഗതി മാത്രമാണ്. ഓരോ ഇൻസിഡന്റിലൂടെയും സംഘപരിവാറിന്റെ യഥാർത്ഥ മുഖം വെളിവാകുകയാണ്. ഇന്നലെ മെനഞ്ഞാൻ നമ്മൾ കണ്ടതാണ്. പാലക്കാട്ട് വെച്ച് റോഡ് ഷോ നടക്കുന്നു. അതിനകത്ത് പാലക്കാട്ടെ സ്ഥാനാർത്ഥി മാത്രമാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. പാലക്കാട് സ്ഥാനാർത്ഥിക്കൊപ്പം പൊന്നാനിയിലെ സ്ഥാനാർത്ഥി ഉണ്ടാവുന്നു. രാവിലെ മുതൽ അവിടെ വെയിലത്ത് വന്ന് കാത്തുനിന്ന 267 സ്ഥാനാർത്ഥികളിൽ ഒരേ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയായിട്ടുള്ള മുസ്ലിം ലീഗിൽ നിന്ന് BJPയിലേക്ക് എത്തിയിട്ടുള്ള പ്രൊഫസർ സലാമിനോട് വണ്ടി കയറണ്ട എന്ന് പറയുന്നു. നോക്കൂ, ഇവരുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് വൃത്തിയായി വെളിപ്പെട്ട് കൊടുക്കുകയാണ് സുരേഷ് ഗോപി. പ്രധാനപ്പെട്ട കാര്യം, സുരേഷ് ഗോപി ആദ്യം നടനായിരുന്നു, BJP നേതാവായി. ഇപ്പോൾ പിന്നീട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോഴേക്കും ഒരു വളരെയധികം ചാരിറ്റി ചെയ്യുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള രീതിയിലുള്ള പ്രതീതി സൃഷ്ടിക്കാനും ശ്രമിച്ചു. അതാണ് പൊളിഞ്ഞിരിക്കുന്നത്. പൊളിഞ്ഞിട്ടില്ല നികേഷ്. സുരേഷ് ഗോപി അന്നും ഇന്നും എന്നും നല്ല കലാകാരനുമാണ്, നല്ല മനുഷ്യസ്നേഹിയുമാണ്, നല്ല കാഴ്ചപ്പാടും ദീർഘവീക്ഷണമുള്ള രാഷ്ട്രീയക്കാരനുമാണ്. ഒരു സംശയവും വേണ്ട. പിന്നെ ഈ പ്രേംകുമാർ ഉണ്ടല്ലോ, ലോകം നുണയനാണ്. തൃശ്ശൂർ ഭാഷയിൽ പറയുകയാണെങ്കിൽ ആ ഗഡി തനി നുണയനാണ്. കാരണം എന്താണെന്ന് അറിയാമോ, എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് സുരേന്ദ്രൻ ശബരിമലയ്ക്ക് പോയത്. അപ്പോൾ പറയണം റൈസ് ആൻഡ് ഫിൽസിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോയെന്ന്. തലേ ദിവസം എൻ്റെ സ്വന്തം വീട്ടിൽ എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചതിന് ശേഷം സുരേന്ദ്രൻ മലയ്ക്ക് പോയ ഇങ്ങനെ വെടി കലക്കാനായിട്ട് നാണാവില്ല എൻ്റെ പ്രേംകുമാർ. നിങ്ങൾ പറഞ്ഞില്ലേ തൃശ്ശൂർ ഗഡികളുടെ അടുത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്ന്. നിങ്ങളുടെ CPM-ൻ്റെയും ഞാൻ പ്രേംകുമാർ പറഞ്ഞപ്പോൾ സംസാരിച്ചില്ലല്ലോ. നിങ്ങളുടെ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും ആളുകൾ ഇനി എത്രയൊക്കെ സുരേഷ് ഗോപിയുടെ വ്യക്തിഹത്യ ചെയ്യാൻ ഇറങ്ങി തിരിച്ചാലും സംശയമില്ല, എഴുതി വെച്ചോ, ജൂൺ 4-ാം തീയതി ഈ ചർച്ചയിൽ ഞാൻ വന്നിരിക്കാം സുരേഷ് ഗോപിയുടെ വിജയം ആഘോഷിക്കാനായിട്ട്. 2, ലൂർദ് പള്ളിയെ അനാവശ്യമായി വിവാദത്തിലേക്ക് വലിച്ചഴിച്ച് ശ്രീ അനിലക്കര നടത്തുന്ന ഈ മതരാഷ്ട്രീയമുണ്ടല്ലോ, അത് വ്യക്തമായി തൃശ്ശൂരിലെ വിശ്വാസികൾ തന്നെ കൊടുക്കും. മതേതരത്വത്തിൻ്റെ ഏറ്റവും മൂല്യമുള്ള സ്ഥലമാണ് ലൂർദ് പള്ളി. അത് ഇവരെക്കാളൊക്കെ ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, സുരേഷ് ഗോപി ഒരു വഴിപാട് കൊടുക്കണമെങ്കിൽ സുരേഷ് ഗോപിയുടെ അർപ്പണവും സമർപ്പണവും മാതാവിനോടാണെന്ന്, അനിലക്കരോടാണോ, കുഞ്ഞിക്കണ്ണനോടാണോ, ഈ നുണ പറയുന്ന പ്രേംകുമാറിനോടാണോ? നിങ്ങളോടൊക്കെ എന്തിനാണ് ഞങ്ങൾ അതിന്റെ കാര്യം പറയേണ്ടത്? സുരേഷ് ഗോപി അതിന്റെ കാര്യം പറയേണ്ടത്? അദ്ദേഹത്തിന്റെ അർപ്പണം എന്ന് പറയപ്പെടുന്നത് ആ വിശ്വാസത്തിന്റെ ഭാഗമായി ദൈവത്തിനോടാണ്. ഇപ്പൊ അച്ഛൻ മരിച്ചാൽ എത്ര ദിവസം കഴിഞ്ഞാൽ പോകണം, അമ്മ മരിച്ചാൽ എത്ര ദിവസം കഴിഞ്ഞാൽ പോകണം? നാണമാവില്ല പ്രേംകുമാർ ഈ വക ഉടായ്പ കൊണ്ട്. നിങ്ങൾ ചർച്ചയ്ക്ക് അല്ല അനിലേട്ടാ, നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാനും സംസാരിച്ചില്ലല്ലോ. നിങ്ങൾ കേരളത്തിൽ വിലക്കയറ്റത്തിനെ കുറിച്ച്, നിങ്ങൾ കേരളത്തിൽ രാഷ്ട്രീയത്തെ കുറിച്ച്, നിങ്ങൾ കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ വികസന അജണ്ടയെ കുറിച്ച് നട്ടലുണ്ടെങ്കിൽ ചർച്ച ചെയ്ത് സുരേഷ് ഗോപിയുടെ നേരിടാൻ വാ. നിങ്ങൾ 3 സ്ഥാനാർത്ഥിയെ നിരത്തി നിർത്തിക്കൊണ്ട് സുരേഷ് ഗോപിയുടെയും മറ്റ് സ്ഥാനാർത്ഥികളുടെയും വികസനാത്മകമായ കാഴ്ചപ്പാടിൽ തൃശ്ശൂർ മണ്ഡലത്തിനെ കൈപ്പിടിച്ചുയർത്തുന്ന അപ്പോ അവിടെ നിങ്ങൾ
കരുവന്നൂരിലെ നിങ്ങൾ പരാജയപ്പെടും. ചർച്ചയുടെ നിങ്ങൾ വിഷയം ഇതായിരുന്നല്ലോ. ശ്രീ അനിൽ കലക്കര. നികേഷ് നിങ്ങൾ കുമാർ പറഞ്ഞ പരാജയപ്പെടും. ചർച്ചയുടെ വിഷയം അവിടെ ശ്രീ അനിലക്കര നേരത്തെ അത് മാറ്റി പറയല്ലേ? താങ്കൾ നുണയനാണ് നിങ്ങൾക്ക് എന്ന് പറഞ്ഞതുകൊണ്ട് വിഷയം പറ. ശ്രീ പ്രേംകുമാർ താങ്കൾക്ക് ഒരു 30 സെക്കൻഡ്. ഇല്ലപ്പാ, ഞാൻ ഉല്ലാസ് ബാബുവിനോട് തർക്കിക്കാനില്ല. കാരണം ആ സമയത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ കൃത്യമായിട്ട് വന്നതും ആ ഹോട്ടലിന്റെ എന്താ പറയാ CCTV ദൃശ്യങ്ങൾ വന്നിട്ടുള്ളതായിരുന്നു. സാധാരണ ശബരിമലയിൽ പോകുന്ന ആളുകൾ ആചരിക്കുന്ന കാര്യമാണ് അച്ഛനോ അമ്മയോ മരിച്ചാൽ ഒരു വർഷത്തിനിടയിൽ പോവാതിരിക്കുക എന്നുള്ളത്. അതിനി വിശദമായിട്ട് കിളുന്താൻ പിന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ് കഴിച്ചതെന്ന് അദ്ദേഹം പറയുന്നത് അയാളും ഇദ്ദേഹത്തിന്റെ പാർട്ടി തന്നെയാണല്ലോ. അതായത് ചെമ്പിന്റെ കിരീടം കൊടുത്തിട്ട് സ്വർണ്ണമാണെന്ന് പറയുന്ന സുരേഷ് ഗോപിന്റെ പാർട്ടിക്കാരനാണ് ഉല്ലാസ്. പിന്നെ അതിന് തർക്കിക്കാനൊന്നുമില്ല. ശരി ശരി, അവസാനമായി ഷനിലക്കര താങ്കൾക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ 15 സെക്കൻഡ്. എന്റെ വീട്ടിൽ പോയി പറഞ്ഞ അല്ല ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വിഷയം നമ്മളോട് പറഞ്ഞ വിഷയം നമ്മൾ ചർച്ച ചെയ്ത വിഷയം വേറെയായിരുന്നു. ഇതാണ് അതുകൊണ്ടാണ് നമ്മൾ വിലക്കയറ്റത്തെ കുറിച്ചും കരുവന്നൂരിലെ ED BJP ബാന്ധവത്തെ കുറിച്ചൊന്നും സംസാരിക്കാറിഞ്ഞിട്ടല്ല. പിന്നെ ലൂർദ് മാതാവിനെ കുറിച്ച് ഉല്ലാസ് ബാബുവിനെ അറിയാമെന്ന് പറഞ്ഞു. ഞാൻ ഒരു പാസ്റ്റൽ കൗൺസിൽ അംഗം കൂടിയാണ്, തൃശൂർ ജില്ലാ പാസ്റ്റൽ കൗൺസിൽ അംഗം കൂടിയാണ്. എന്താണ് ലൂർദ് മാതാവിന്റെ ഐതിഹ്യമെന്ന് ഉല്ലാസ് ബാബുവിന് അറിയൂ? എവിടെയാണ് ലൂർദ് മാതാവിന്റെ പ്രതിഷ്ഠ അല്ലെങ്കിൽ ലൂർദ് മാതാവ് പ്രത്യക്ഷപ്പെട്ടതെന്ന് ഉല്ലാസ് ബാബുവിന് അറിയൂ? അത് ഫ്രാൻസിലാണ്. അശരണനായ രോഗികളുടെ ആലംബ കേന്ദ്രമാണ് ലൂർദ് എന്ന് പറയുന്നത്. അല്ലാതെ ചെമ്പ് കൊടുത്ത് സ്വർണ്ണമാണെന്ന് പറഞ്ഞ് വോട്ട് പിടിക്കാൻ വേണ്ടിയല്ല ലൂർദ് മാതാവ്. അതാണ് കാര്യം. ഉല്ലാസ് ബാബു BJPയുടെയും ഒപ്പം തന്നെ പ്രേംകുമാർ ഇടത് സഹയാത്രികൻ, പ്രത്യേകിച്ച് ഗോപി ആശാന്റെ വിഷയമായതുകൊണ്ടാണ് പ്രേംകുമാറിനെയും ക്ഷണിച്ചത്. നന്ദി സഹകരിച്ചതിന്. എനിക്ക് Debate with MV Nikesh Kumar.